Hello, good morning. Hello. Hello, good morning. Good morning, ma'am. Good morning, ma'am. Good morning, miss. Yes, good morning. Yes. നമ്മളുടെ നോട്ടൊക്കെ എടുത്ത് കൈ പിടിച്ചോ? നമ്മൾ പഠിക്കാനുള്ള ചാപ്റ്റർ എടുത്തോ? HRM, സ്പെസിമെൻ ഓഫ് ഇന്റർവ്യൂ പാനൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം പകുതി ഒക്കെ തീർന്നു. വായിച്ചൊക്കെ നോക്കി എല്ലാവരും. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്തതൊക്കെ സിമ്പിൾ ആയിരുന്നില്ലേ? വായിച്ചു നോക്കി എല്ലാവരും. കോൾ ലെറ്റർ, ഷോർട്ട് ലിസ്റ്റിംഗ്, അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. എങ്ങനെയാണ് നമ്മളുടെ ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, മറ്റ് ഏത് തരത്തിലുള്ള ഓർഗനൈസേഷൻസ്, ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് ആണെങ്കിലും അതില് എന്താ പറയാ, ഹൗ ദേ അക്വയർ എംപ്ലോയീസ്, എംപ്ലോയീസിനെ അവരെങ്ങനെ കണ്ടെത്തുന്നു, എംപ്ലോയീസിനെ കണ്ടെത്തുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ നമ്മൾ കണ്ടു. അതിനുശേഷം ദ ആപ്ലിക്കേഷൻസ് വിച്ച് ഈസ് റിസീവ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ, നമ്മുടെ ഓർഗനൈസേഷനിൽ അവർക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന്, ഈ ഉള്ള ആപ്ലിക്കേഷൻസിനെ മുഴുവനും എടുത്തിട്ട് ആപ്ലിക്കൻസിൽ നിന്ന് എല്ലാവരെയും വിളിച്ച് നമുക്ക് ഇന്റർവ്യൂ കൊടുക്കാനൊന്നും അതിനുള്ള സൗകര്യങ്ങൾ, അല്ലെ, ഫെസിലിറ്റീസും അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ് ഒരു ടാസ്ക് ആയിരിക്കും, അതൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത്, അല്ലെ, നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എത്രയുണ്ടോ അതിനെ നമ്മൾ അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് വേക്കൻസീസ്, അതിന്റെ വേക്കൻസീസിന്റെ എണ്ണത്തിന് ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്, ദാറ്റ് മീൻസ് 1:4 അല്ലെങ്കിൽ 1:3 ആ ഒരു രീതിയിലാണ്. 3 times or 4 times എന്നാ പറഞ്ഞേക്കുന്നത്, അല്ലെ? 1:3 or 4 times ആണ്. എത്ര ഒരു വേക്കൻസി ആണെങ്കിൽ അതിന്റെ 3 ഇരട്ടി അല്ലെങ്കിൽ 4 ഇരട്ടി, അല്ലെ? അങ്ങനെ അതനുസരിച്ച് 3 or 4 times ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു നമ്പറിലേക്ക് അതിനെ എന്ത് ചെയ്യുന്നു, ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കും. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ ഇന്റർവ്യൂ പാനലിനെ, ഈ പറയുന്ന ഇന്റർവ്യൂവിന്റെ ഡേറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ അവരുമായിട്ട് എന്താ പറയാ കാര്യങ്ങൾ ചോദിച്ച് ഡിസൈഡ് ചെയ്ത് കൺഫേം ചെയ്തിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുക. അപ്പൊ ഇന്റർവ്യൂ പാനലിനെ സെലക്ട് ചെയ്യുന്ന രീതിയിലും പ്രത്യേകതകളുണ്ട്. ദാറ്റ് മീൻസ് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള വേക്കൻസി ആണോ അതിനനുസരിച്ച് അതിന് അവരെ നമുക്ക് ഇന്റർവ്യൂ ചെയ്തെടുക്കാനുള്ള അത്തരം ഒരു ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ അത്തരം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെ വേണം നമുക്ക് ഇന്റർവ്യൂ പാനലിലേക്ക് നിർദ്ദേശിക്കാൻ അല്ലെങ്കിൽ കളക്ട് ചെയ്യാനായിട്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അത് നമ്മളെങ്ങനെയൊക്കെയാണ് അതിനെ കാറ്റഗറൈസ് ചെയ്യുക, 3 levels ആയിട്ട്, ടോപ്പ് ലെവല്, മിഡിൽ ഓർ ജൂനിയർ ലെവല് ആൻഡ് ബോട്ടം ലെവൽ, ലോവർ ലെവല്, അങ്ങനെ എന്താ പറയാ ഓരോ ഇതായിട്ട് സെഗ്മെന്റുകളായിട്ട് കൺവീനിയൻസിന് വേണ്ടി, അല്ലെ, എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെ തരംതിരിച്ചു. എന്നിട്ട് ആ ഓരോ ലെവലിൽ എവിടെയാണോ നമുക്ക് വേക്കൻസി ഉള്ളത് ആ ലെവലിലേക്ക് ആരൊക്കെയായിരിക്കണം നമുക്ക് പാനലിൽ ഉണ്ടാകേണ്ടേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അതിനുശേഷം ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് ഒരു എന്താ പറയാ ഇന്റർവ്യൂവിന് മുമ്പ് ഈ പറയുന്ന ഇന്റർവ്യൂ പാനൽസിന്റെ കൺഫർമേഷന് വേണ്ടിയിട്ട് ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം ഫിൽ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ചെയ്യേണ്ട നെക്സ്റ്റ് നടപടി എന്ന് പറയുന്നത് കോൾ ലെറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ടു ഈച്ച് ആൻഡ് എവറി ആപ്ലിക്കൻസ്. അപ്പൊ കോൾ ലെറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കോൾ ലെറ്റേഴ്സ് സെൻഡ് ചെയ്യുമ്പോൾ കാൻഡിഡേറ്റ്സിന്റെ അവൈലബിലിറ്റി, whether they can appear for the interview or not, അല്ലെ?
അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ ആരുടേതാണ്? നമ്മുടെ ഇന്റർവ്യൂ പാനലിന്റെ തന്നെയാണ് എന്നുള്ളത്. അപ്പൊ കൃത്യമായിട്ട് അവരുടെ കൺഫർമേഷൻ ആണ് നമുക്ക് പ്രാധാന്യമുള്ളത്, മറ്റവരുടെ ആവശ്യമില്ല. പിന്നെ അതിന് എന്താ പറയാ, കോൾ ലെറ്റർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ലെറ്ററിൽ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം, ഇഫ് ദ കമ്പനി ഓർ ദ ഓർഗനൈസേഷൻ ഈസ് നോട്ട് പ്രൊവൈഡിങ് TA or DA should be specifically mentioned in the call letter, അല്ലെ? നമ്മൾ പറഞ്ഞു, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് TA ഒന്നും കൊടുക്കുന്നില്ല, ട്രാവലിംഗ് അലവൻസ് അല്ലെങ്കിൽ ഡിയർനെസ് അലവൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ കൃത്യമായി എഴുതിയിരിക്കണം. കൊടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വരുമ്പോ അവർക്ക് കിട്ടുമല്ലോ, സന്തോഷമാവും. അതേസമയം കൊടുക്കുന്നില്ല എങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ ആളുകൾ തമ്മിൽ ഞങ്ങൾ ഇത്രയും ദൂരത്ത് നിന്ന് വരുന്നതാണെന്ന് ഞാൻ പറഞ്ഞതാണ്, അല്ലെ? അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു ഫോർമാറ്റ്, ഫോർമാറ്റ് നമ്മൾ കണ്ടു, വളരെ വിശദമായിട്ട് നല്ല ഭംഗിയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കോൾ ലെറ്റർ നമ്മൾ കണ്ടതാ. ഇനി കോൾ ലെറ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് ഏത് രീതിയിൽ വേണമെങ്കിലും, ടെലിഫോണിക് കോൺവെർസേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ലെറ്റർ ആയിട്ടോ അല്ലെങ്കിൽ സ്കാൻ ചെയ്തതായിട്ടോ ഇമെയിൽ ആയിട്ടോ ഒക്കെ നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നീട് 10 letters, sorry, if there is sufficient time, നമുക്കറിയാം ഒരു 10 ദിവസമെങ്കിലും ഒരു മിനിമം ഇന്റർവ്യൂവിന്റെ ആ ഒരു ഡേറ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കോൾ ലെറ്റർ സെൻഡ് ചെയ്തതിന് ശേഷവും ഉണ്ടായിരിക്കണം. ഒരു 10 ദിവസമെങ്കിലും ഒരു ഗ്യാപ്പ് കൊടുക്കണം. കാരണം അതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എന്താ പറയാ ചെയ്യാനുള്ളതാണ്. അറേഞ്ച്മെന്റ്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്, അല്ലെ? പിന്നെ നമ്മള് എന്താ പറയാ, ഈ കോൾ ലെറ്റേഴ്സ് ഒക്കെ സെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് അവരെ ക്ഷണിക്കുന്നു. അവരുടെ ആ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പാരാമീറ്റേഴ്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കും. സാലറിയും എക്സ്പീരിയൻസും ഒത്തിരി കാര്യങ്ങൾ, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ അതിന് ആ ഒരു കാര്യങ്ങൾക്ക് എല്ലാം സാറ്റിസ്ഫൈഡ് ആകുന്ന ആളുകളായിരിക്കും എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഓൾറെഡി പാരാമീറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അറ്റ് ദ ടൈം ഓഫ് ഇന്റർവ്യൂവിന്റെ സമയത്ത് കൂടുതൽ നല്ല കാൻഡിഡേറ്റ്സിനെ നമുക്ക് എംപ്ലോയീസ് ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് more parameters such as personality, appearance, body language, eye contact, communication, integrity, attitude, response to questions, then the character, behavior, confidence, approach, technical knowledge and പ്രാക്ടിക്കൽ നോളജ്, അല്ലെ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അതൊക്കെ ഞാൻ ഇനി പറയുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വന്നു. ബിക്കോസ് ടോപ്പിക് വളരെ സിമ്പിൾ ആയതുകൊണ്ട് എല്ലാവരും വേഗം ഒക്കെ റെസ്പോണ്ട് ചെയ്തതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടുതൽ എടുത്തു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയത് നമുക്ക് എടുക്കാനുള്ളത് എന്ന് പറയുന്നത് ഏതാന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ പറഞ്ഞു, അല്ലെ? ഒരു HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ് ടു പ്രിപ്പയർ എ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ, ഒരു നിലവാരമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. വെറുതെ ആവശ്യമില്ലാതെ നമ്മളിങ്ങനെ വലിച്ചു വാരി എന്താ പറയാ, ഈ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് കാൻഡിഡേറ്റ്സിനെ ദേഷ്യപ്പെടുത്തി അല്ലെങ്കിൽ അതിനൊക്കെ ചോദിക്കും ചില ചോദ്യങ്ങൾ. പക്ഷെ അവർക്ക് ബോറടിക്കുന്ന രീതിയിലൊന്നും ആകാതെ വളരെ നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. അവരതിന് വേണ്ടിയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള HR മാനേജറും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സും കൂടിയിട്ടൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഈ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, അതിന്റെ കൃത്യമായ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിന്റെ ഫൈനൽ ഇതിലേക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നോക്കിയാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കുക. സോ വി ഹാവ് ടു ആസ്ക് റെലവന്റ് ക്വസ്റ്റ്യൻസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ ഈ പ്രൊഫഷൻ, ഈ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വേണം ക്വസ്റ്റ്യൻ ഉണ്ടാകാൻ. സോ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ഷുഡ് ബി പ്രിപ്പയർഡ്. തീർച്ചയായിട്ടും ഒരു നല്ല ക്വസ്റ്റ്യൻ നേരത്തെ കൂടി അവർ തയ്യാറാക്കുമല്ലാതെ വന്നിരിക്കുന്ന നോക്കിയിട്ട് അന്നേരം വരുന്ന ചോദ്യമല്ല ചോദിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെ. പിന്നെ ഇനി നമുക്ക് എന്താ പറയാ, യൂഷ്വലി ഒരു ക്വസ്റ്റ്യനിൽ കാണാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ഒരു സ്പെസിമെൻ നമുക്ക് അവിടെ തന്നിരുന്നു. ആൻഡ് ഓൾസോ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അതിന്റെ ഒരു ആൻസേഴ്സ് നിങ്ങൾക്കൊന്ന് കണ്ടെത്തി വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു, അല്ലെ? പറ്റുമായിരുന്നല്ലേ? നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്ന ആൾക്ക് പറ്റുമോ? Yes or no? ഞാൻ പറഞ്ഞിരുന്നു ഒരു സ്പെസിമെൻ ഓഫ് HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ആരോ ചോദിക്കുകയും ചെയ്തു, ഒരു എന്താ പറയാ ഇന്റർവ്യൂവില് എങ്ങനെയാ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളതിന് ഒരു ഐഡിയ തരുമെന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് ആരോ ചോദിച്ചു. ഇതൊക്കെ തന്നെയാ രീതി. കാരണം ഇത് നമ്മളുടേതായ നമുക്കറിയാം
നമ്മൾ എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോകുന്നത്, വീട്ടിലിരിക്കുന്ന വേഷത്തിൽ പോകാൻ പറ്റില്ല. സോ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം അല്ലെ. നമ്മളുടെ എന്താ പറയാ മുടി ചെയ്യുന്ന കാര്യത്തിൽ തുടങ്ങി, അതായത് നമ്മളുടെ അപ്പിയറൻസ് മുതൽ ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, വെരി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഇങ്ങനെ ചില പിള്ളേരൊക്കെ ഇങ്ങനെ, ചെറിയ പിള്ളേരൊക്കെ നമുക്കറിയാലോ, ഇപ്പോഴത്തെ യൂത്ത് കുട്ടികളൊക്കെ മുടിയൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കാനായിട്ട് അവരൊക്കെ പോകുന്ന സമയത്ത് കുറച്ചുകൂടി നമ്മൾ ഒരു ജെന്റൽ ലുക്കിലൊക്കെ പോകണം അല്ലെ. ഒരു ജെന്റിൽമാൻ ലുക്കൊക്കെ കെട്ടി എന്താ പറയാ ആയിട്ടാണ് ഒരുങ്ങി പോകേണ്ടത് എന്നൊക്കെ നമ്മൾ അവരോട് പറയും. മുടിയൊക്കെ ചീകി ഒതുക്കി, അവരൊക്കെ ചീകാറ് പോലുമില്ല. നമ്മളും അതെ, ഫേസിലേക്കൊക്കെ മുടി ഇങ്ങനെ വന്ന് വീണ് മറ്റു കാണുന്നവർക്ക് ഡിസ്റ്റർബൻസ് തോന്നുന്ന രീതിയിലുള്ള അപ്പിയറൻസ്. അപ്പൊ അപ്പിയറൻസിൽ നിന്ന് തുടങ്ങണം. ചെന്നിരുന്നിട്ട് ചോദ്യം ചോദിക്കുന്നത് ഉത്തരം പറയുന്നത് ഒക്കെ വേറെ. അതിനു മുമ്പ് നമ്മളുടെ അപ്പിയറൻസിൽ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു ഓരോ ആൻസേഴ്സ് എന്നുള്ള നമ്മുടെ ആ ഒരു വരുന്ന ഓരോ വേർഡ്സ്, നമ്മുടെ ബോഡി ലാംഗ്വേജുകൾ, നമ്മുടെ ഇരിക്കുന്ന സ്റ്റൈല് അല്ലെ, ഇതൊക്കെ ഈച്ച് ആൻഡ് എവറിത്തിങ് അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ബാക്കി നമ്മളുടെ സുഹൃത്തുക്കളോടോ മറ്റേതെങ്കിലും ആളുകളോടോ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു രീതിയിലോ സ്റ്റൈലിലോ അല്ല പോയി ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പങ്കെടുക്കാൻ ഇരിക്കണ്ടേ അല്ലെ. അതൊക്കെ നമുക്ക് അറിയാം, ഇത്രയും ഒക്കെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന നമുക്ക് എന്തുകൊണ്ട് നമുക്കത് അറിയില്ല? അതാദ്യം ഫസ്റ്റ് അതാണ് കാര്യങ്ങൾ നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്യണം. തലേ ദിവസം വേണ്ടി എല്ലാം നമ്മൾ ഈവൻ നമ്മൾ പോകുന്ന അഡ്രസ് വരെ കൃത്യമായിട്ട് അയൺ ചെയ്ത ഡ്രസ്സുകളൊക്കെ തന്നെ ചുറ്റി ചുരുങ്ങി ഒക്കെ അല്ലേ. അപ്പൊ ആ ഒരു ഇംപ്രഷൻ ആളുകളുടെ പോവുകയാണ്. അപ്പൊ അതെല്ലാം ഇല്ലാതെ നമ്മളതൊക്കെ ഒന്ന് അയൺ ചെയ്തൊക്കെ വെച്ച് എല്ലാ സാധനങ്ങളും എന്തൊക്കെയാണ് നമുക്ക് കൊണ്ടുപോകേണ്ടത്, അതിന്റെ സർട്ടിഫിക്കറ്റ്സും ടെസ്റ്റിമോണിയൽസും എല്ലാം കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് തലേ ദിവസം തന്നെ വെക്കുക. പിറ്റേ ദിവസം വെറുതെ എന്താ പറയാ ധൃതി കാണിച്ച് ഭയങ്കര ധൃതിക്കാ പോന്നേന്ന് ചില ആളുകൾ പറയും അല്ലെ. ചില ആളുകൾ എപ്പോഴും എന്തെങ്കിലും കാര്യം പറയുമ്പോ ഭയങ്കര ധൃതിയായി പോയി, അല്ലെങ്കിൽ അപ്പൊ ധൃതിക്ക് വന്നതുകൊണ്ട് അത് എടുത്തില്ല ഇതെടുത്തില്ല. എന്തുകൊണ്ടാണ് നമ്മൾ അതിന് അത്രയും പ്രാധാന്യം നമ്മൾ നൽകുന്നുള്ളൂ പറയാൻ പറ്റും? അങ്ങനെയല്ലേ. നമ്മൾ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. ആ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ ധൃതിക്ക് എഴുന്നേറ്റ് പോരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇന്നൊരു കാര്യത്തിന് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി വിൽ പ്രിപ്പയർ എവറിത്തിങ് ദ ഡേ ബിഫോർ തന്നെ. നമ്മളതെല്ലാം അറേഞ്ച് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെക്കും എല്ലാ കാര്യങ്ങളും അല്ലെ. നമ്മൾ ഈവൻ ചെരുപ്പാണെങ്കിലോ എന്താണെങ്കിലും നമുക്ക് കൊണ്ടുപോകേണ്ട എല്ലാ സാധനവും നമ്മൾ അവിടെ ടീച്ച് ആൻഡ് ഐഡിയ ആയിട്ട് ഒരുക്കി വെക്കും. അതിനുശേഷം രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി എന്തെങ്കിലും വല്ല റെഫർ ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് മാത്രം നമ്മൾ ചെയ്യുന്നു, ഡ്രസ് ചെയ്യുന്നു. സമയത്തിന് മുന്നേ എത്താനായിട്ട് നമ്മൾ അവിടേക്ക് നോക്കണം. ഓടി വന്നു അല്ലെങ്കിൽ ബസ് കിട്ടിയില്ല, ഇതൊന്നും അവിടെ എക്സ്ക്യൂസ് അല്ല അല്ലെ. അവിടെ ലൈനിൽ വേറെ ആളുകൾ നിൽക്കുന്നുണ്ടാവും, അവർക്ക് നമ്മളല്ലെങ്കിൽ വേറൊരാള് അത് നമ്മൾ നോക്കരുത്. നമ്മളൊരു ഹാഫ് ആൻ അവർ അവര് ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പേ റിപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കണം. ഇതിന്റെ അകത്ത് വരുന്ന അതുപോലെ തന്നെ കാര്യമാണ് സ്പെസിമെൻ ഓഫ് HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് തന്നെ വേണ്ടി ഇവിടെ ഒരു സ്പെസിമെൻ തന്നിട്ടുണ്ട്. സോ വൈൽ യു ആർ ബിഫോർ ഗോയിങ് ഫോർ ആൻ ഇന്റർവ്യൂ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഒന്ന് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞേ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രമേ ഞാനത് ഓപ്പൺ ചെയ്ത് ചോദിക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ വെറുതെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകാം. ആരെങ്കിലും അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? വേഗം പറയാം, അല്ലെങ്കിൽ വെറുതെ നമ്മൾ സമയം കളയണ്ടല്ലോ. ഞാൻ അതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് അതിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞുതരാം. ആൻഡ് ഇഫ് യു ഹാവ് സം ആൻസേഴ്സ്, നിങ്ങൾക്ക് അതിന്റെ ആൻസർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ എനിക്കറിയാം, അപ്പൊ നമുക്ക് കോൺഫിഡന്റ് ആകും. നമ്മൾ ഈ പറയുന്ന സാധനമൊക്കെ നമ്മുടെ കയ്യിലിരിക്കട്ടെ. ആരുമില്ലല്ലോ. സോ ഞാൻ ആരുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇല്ല, ആരുമില്ല, ആരും തന്നെ പറയുന്നില്ല. ആരും ഇത് എന്താന്ന് നോക്കിയില്ല വായിച്ച്. ഇംഗ്ലീഷില് വേണ്ട പറയണമെന്നില്ല, ഇംഗ്ലീഷിൽ വേണമെന്നില്ല. നമുക്ക് ആൻസർ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ലാംഗ്വേജ് നമുക്ക് ഏതാണ് ഈസി വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അവര് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ചോദിച്ചോട്ടെ. ചോദ്യം മനസ്സിലായി എങ്കിൽ തീർച്ചയായിട്ടും യു ക്യാൻ ആൻസർ ഇൻ എനി ലാംഗ്വേജ്. നമ്മളുടെ കയ്യിൽ ഇരിക്കുന്ന ലാംഗ്വേജ് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാം. അതെല്ലാം നമ്മളോട് ചോദിച്ചു, ഇംഗ്ലീഷിൽ ചോദിച്ചു, ചിലപ്പോ ആ ചോദ്യം നമുക്ക് വ്യക്തമായില്ല, അപ്പൊ സോറി സർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ഒന്ന് പറയാനോ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് മലയാളത്തിൽ ചോദിക്കാനോ നമുക്ക് വേണമെങ്കിൽ ആവശ്യപ്പെടാം. അവിടെ ആരും നമ്മളൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, മനസ്സിലായോ? അത് ഓപ്പൺ ആണ്. ഇപ്പൊ എല്ലാവരും അങ്ങനെയാണ്. ഇപ്പോഴത്തെ എംപ്ലോയ്മെന്റും അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സോ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വേണ്ടി പങ്കെടുക്കാൻ ചെല്ലുന്നവരൊക്കെ തമ്മിൽ അങ്ങനെ ഒരു ഇതുണ്ട്, പണ്ടത്തെ രീതിയൊന്നുമല്ല. അപ്പൊ ഈ ഒത്തിരി കമ്മ്യൂണിക്കേഷൻസ് ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയല്ല ഒരു ഫ്രണ്ട്ലി ഒരു മാനറിസം ആണ് അവിടെ ഉണ്ടാകണേ. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് കാര്യം ചോദിക്കാം, അത് മനസ്സിലാക്കാം. അറിയില്ല എങ്കിൽ നമുക്കത്
അറിയില്ല എന്ന് തന്നെ വ്യക്തമായി പറഞ്ഞ് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ അവർ റെഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടുന്നവർക്ക് വരുന്നവരായിരിക്കില്ല. എല്ലാ ഉത്തരവും നമുക്ക് കിട്ടണം നിർബന്ധമൊന്നുമില്ല അവർ ചോദിക്കുന്നത്, മനസ്സിലായോ? സോ അതനുസരിച്ച് കേട്ടോ. അപ്പൊ നോക്കുക, കൈൻഡ്ലി ഡിസ്ക്രൈബ് യുവർ സെൽഫ് എന്നായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. നമ്മളെ കുറിച്ച് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. നമ്മൾ ആരാണ്, നമ്മുടെ പേര്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പേര് വേണം. നമ്മള് വേറെ ഫ്രം, നമ്മൾ ഏത് സ്ഥലത്തുനിന്ന് വരുന്നു, അല്ലെ? ഇനി നമ്മൾക്ക് നമ്മളുടേതായ ക്വാളിഫിക്കേഷൻസ്, ഇന്ന ക്വാളിഫിക്കേഷൻസ് ആണ് ഞാൻ എടുത്തേക്കുന്ന, PG ആണ്, അല്ലെങ്കിൽ ഇന്നതാണ്, സയൻസിൽ PG എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ PG കഴിഞ്ഞിരിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് വേണമെങ്കിൽ വ്യക്തമായിട്ട് പറയാം. ആൻഡ് ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ പറയാം, അല്ലെ? നമ്മുടെ ഫാദർ ആരാണ്, മദർ ആണ്. അപ്പൊ കുറച്ച് ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം ആവശ്യമുള്ളൂ പറയാനായിട്ട്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. നമ്മളെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മളുടേതായ കാര്യമാണ്, നമ്മുടെ പേഴ്സണൽ, നമ്മുടെ പേര് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ വരുന്ന സ്ഥലം ഇമ്പോർട്ടന്റ് ആണ്, നമ്മളുടെ ക്വാളിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യം പറയാം. ആൻഡ് അതിന് അത്രയും മതിയെങ്കിൽ അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതർവൈസ് കൂടുതൽ അവർ വീണ്ടും കേൾക്കാൻ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ നമ്മളുടെ വീട്, അല്ലെങ്കിൽ സോറി അച്ഛൻ അമ്മ ആരൊക്കെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പരിചയപ്പെടുത്താം. What is the total experience you are having? ഈ ജോലിക്ക് അപേക്ഷിക്കുന്ന ആളുകൾക്ക് ചിലപ്പോ എക്സ്പീരിയൻസ് വേണം എന്നുള്ള ഒരു കാറ്റഗറി ഉള്ളതായിരിക്കാം. അപ്പൊ എത്ര ടോട്ടൽ എക്സ്പീരിയൻസ് എത്രയുണ്ട് ഈ ഒരു ഫീൽഡില് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കോ ഏത് ഫീൽഡിലേക്കോ ആണോ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതില് നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്നാണ്. സോ ഇഫ് ഇറ്റ് ഈസ് 1 year എന്ന് പറയാം, 2 years ആണെങ്കിൽ അത് പറയാം, അല്ലെ? ആൻഡ് ഇഫ് ഐ ഹാവ് നോ എക്സ്പീരിയൻസ്, ഐ ഹാവ് നോ എക്സ്പീരിയൻസ് എന്ന് നമുക്ക് പറയാം, അല്ലെ? എനിക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഇല്ല, ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറുകയാണ്. ഓക്കെ, ഫോർ ദ ഫസ്റ്റ് ടൈം ഐ അപ്ലൈഡ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വൈ ആർ യു പ്ലാനിങ് ടു ലീവ് ദ പ്രസന്റ് കമ്പനി? റീസൺസ്. അതായത് ഇപ്പൊ നമ്മൾ ചില ആളുകൾ ഓൾറെഡി വർക്കിംഗ് ആയിരിക്കാം, ചില ഏതെങ്കിലും സ്ഥാപനത്തില് നമ്മളുടെ കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കാം, നമ്മൾ ഉദ്ദേശിക്കുന്ന സാലറി അവിടെ ഇല്ല, ഇവിടെ കുറച്ചും കൂടി മെച്ചപ്പെട്ട സാലറി ഉണ്ട് എന്ന് അറിഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം, എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. എന്ത് റീസൺ ആണെങ്കിലും ഇവിടെ നമ്മളത് പറയാം. എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിന്ന് ആ ഒരു ജോലി, ഇപ്പൊ നമുക്കറിയാലോ, ഒരു ജോലി നമുക്ക് എവിടെയെങ്കിലും കിട്ടിയിട്ട് ഇഫ് വി ആർ സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി, ആ ഒരു ജോലിയിൽ നമ്മൾ വളരെ സംതൃപ്തരാണ്, അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആണെങ്കിൽ വി വിൽ നോട്ട് ലീവ് ദാറ്റ് ജോബ്. തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നമുക്ക് ആ ജോലി ഉപേക്ഷിച്ച് വേറെ സ്ഥലത്തേക്ക്, പിന്നെ എത്ര വലിയ സാലറി ഓഫർ ചെയ്താലും ചിലപ്പോൾ ചിലവർ പോകില്ല. കാരണം നമ്മളിവിടെ ഓക്കെയാണ്, നമ്മളിവിടെ സെറ്റ് ആണ്. ബിക്കോസ് എനിക്ക് എന്റേതായ എന്റെ ടൈമിങ്ങിന് അനുസരിച്ച്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ജോലിക്ക് അനുസരിച്ചുള്ള കോമ്പൻസേഷൻ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് മൈ കോവർക്കേഴ്സ്. എന്റെ കോവർക്കേഴ്സുമായിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. അപ്പൊ ഞാൻ ഇവിടെ സെറ്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ വിൽ നോട്ട് ലീവ് ദാറ്റ് ജോബ്. നമ്മൾ അത് ഉപേക്ഷിച്ച് വേറെ സ്ഥലത്തേക്ക് പോകില്ല. അതേസമയം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ദർ വിൽ ബി സം റീസൺസ്. അങ്ങനെ പോകുന്നവരുണ്ടെങ്കിൽ അവരോടാണ് ഈ ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾ ആ കമ്പനി ഉപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നു? വാട്ട് ആർ ദ റീസൺസ്? അതിനുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ കാരണങ്ങൾ വ്യക്തമായി പറയാം. ഡ്യൂ ടു ഫോർ ദ ഇൻക്രിമെന്റ് ഇൻ മൈ സാലറി, എനിക്ക് കുറച്ചുകൂടി സാലറി ഇൻക്രീസ് ചെയ്യണം, ഐ എക്സ്പെക്ട് എ ബെറ്റർ കരിയർ ഇൻ മൈ ജോബ്, അതിനേക്കാൾ കൂടുതലുള്ള ഒരു കരിയർ എന്റെ ജോലിയിൽ എനിക്ക് വേണം എന്നുള്ളതാകാം, അല്ലെ? അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാ, ട്രാവലിംഗ് ഒരു എന്താ പറയാ ഇൻകൺവീനിയന്റ് ആണ്, എനിക്ക് പറ്റിയ സൗകര്യത്തിന് അവിടെ എത്താൻ പറ്റുന്നില്ല, സമയം അങ്ങനെയാകാം. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് സ്റ്റേ ചെയ്യേണ്ടി വരുന്നു, അങ്ങനെയൊക്കെ ഹോസ്റ്റലിൽ അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് പുറത്തു നിൽക്കേണ്ടി വരുന്നു, അപ്പൊ അതിനുള്ള സൗകര്യങ്ങളില്ല, അങ്ങനെയൊക്കെ എന്താണോ ആ റീസൺ കൃത്യമായി പറയാം എന്നുള്ളതാണ്. അതെങ്ങനെയുള്ളവർക്ക് അവർ ഏതെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, ഒരു കമ്പനിയിൽ ഓൾറെഡി വർക്കിംഗ് ആണ്, ഇത് ഇങ്ങനെ ഒരു ആഡ് കണ്ടപ്പോ നമ്മൾ വേറൊരു ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ അതെന്തുകൊണ്ട് ലീവ് ചെയ്യുന്നു എന്നുള്ള ചോദ്യം. വൈ ഷുഡ് ദ കമ്പനി ഹയർ യു? ഇനി നിങ്ങളെ ഞങ്ങൾ എന്തിന് ഹയർ ചെയ്യണം? ദാറ്റ് മീൻസ് നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കാൻഡിഡേറ്റിനെ നമ്മുടെ ഈ ഓർഗനൈസേഷൻ ജോലിക്ക് എടുക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്താ മെച്ചമെന്ന്. അപ്പൊ എന്താ നമ്മൾ പറയണ്ടേ? നമ്മൾ ആ ഒരു ഓർഗനൈസേഷന്റെ ഒപ്പം നിന്ന് അതിന്റെ ഗ്രോത്ത് ഡെവലപ്മെന്റിന് വേണ്ടി ഒപ്പം നിന്ന് പ്രവർത്തിക്കും, അല്ലെ? എന്നാൽ കഴിയുന്ന വിധം, അല്ലെ, എന്റെ എല്ലാ സ്കിൽ ആൻഡ് എബിലിറ്റീസും ഞാൻ ഇവിടെ ഉപയോഗിക്കും. എത്ര എഫിഷ്യന്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോ കാര്യങ്ങൾ അത് ഭംഗിയായി ചെയ്യാൻ പറ്റുമെന്ന് അയക്കും അല്ല, അതാണ് ഹോപ്പാണ് കേട്ടോ നമ്മളുടെ പ്രതീക്ഷ. അപ്പൊ ഞാൻ കുറച്ചുകൂടി ആ ഒരു ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ എന്റേതായ കഴിവുകളൊക്കെ എന്താ പറയാ നടത്താനായിട്ട് ശ്രമിക്കും. അതാണ് അവിടെ കൊടുക്കേണ്ട റീസൺസ്. ഓക്കെ, ആർ യു കോൺഫിഡന്റ് ഇൻ അണ്ടർടേക്കിംഗ് ദ സോൾ റെസ്പോൺസിബിലിറ്റി? നിനക്ക് ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു ജോലി തന്നു കഴിഞ്ഞാൽ അത് സോൾ മീൻസ് ഒറ്റയ്ക്ക്, നിന്റെ ഉത്തരവാദിത്തം നീ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കുമെന്ന് നിനക്ക് കോൺഫിഡൻസ് ഉണ്ടോന്ന്.
അതായത് കൂട്ടൊന്നും ആരും ഉണ്ടാവില്ല. ഇപ്പൊ എനിക്ക് തന്നിരിക്കുന്ന ജോലി ഞാൻ ഇതാണ് ചെയ്യേണ്ടത്, അയ്യോ എനിക്ക് പേടിയുണ്ട്, ഒപ്പം നിൽക്കുമോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിവിടെ ആരെയും കൂട്ടൊന്നും പിടിക്കാൻ പറ്റില്ല. ഇഫ് യു കോൺഫിഡൻസ്, നിങ്ങൾക്ക് അത് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ യെസ് ഐ എം കോൺഫിഡൻസ് സർ എന്ന് തന്നെ വളരെ ഉറച്ച ശബ്ദത്തോടുകൂടി തന്നെ പറയണം. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങള് അത് ചോദിക്കുമ്പോൾ ഇത് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ എന്ത് പഠിച്ചു, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ PG കോഴ്സ് കഴിഞ്ഞ് വന്നവരാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് പുസ്തകത്തിലുള്ളതൊക്കെ കുറച്ച് ചോദ്യം ചോദിക്കട്ടെ, അങ്ങനെയൊന്നും അല്ല. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അത് ബോധ്യപ്പെട്ടു തുടങ്ങി. ഈ ഏറ്റവും കൂടുതൽ ഫുൾ A+കൾ വാങ്ങി ഇരിക്കുന്നവരല്ല ഏറ്റവും വലിയ വലിയ എന്താ പറയാ ടോപ്പിൽ എവിടെയെങ്കിലൊക്കെ ജോലിക്കായിട്ടിരിക്കുന്നത്. ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ 10ൽ നിനക്ക് ഫുൾ A+ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നിനക്ക് ഫുൾ മാർക്കായിരുന്നോ, പണ്ടൊക്കെ മാർക്കായിരുന്നല്ലോ, ഫുൾ മാർക്കുള്ളവരാണോ? അല്ല, അതൊന്നുമില്ല. ചിലപ്പോ ഒരു ടൈം കഴിയുമ്പോൾ ചില ആളുകളുടെ ലൈഫിൽ നമ്മൾ ഉദ്ദേശിക്കാത്തൊരു ചേഞ്ച്, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ വരും ചില ആളുകളുടെ ജീവിതത്തിൽ. പഠന കാര്യത്തിലാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലാകാം. പെട്ടെന്നായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്, അന്ന് ആ കുട്ടി അങ്ങനെയൊന്നും പഠിക്കില്ലായിരുന്നല്ലോ, ഇത്രയും വലിയ ജോലി കിട്ടിയോ അല്ലെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്ന് അങ്ങനെയൊക്കെ ഉണ്ട്. ഒരാൾക്ക് ജോലി ചെയ്യാനുള്ള ആ ഒരു എനർജി, സ്മാർട്ട്നെസ്, കറേജ്, മറ്റു കുറെ ഫാക്ടേഴ്സ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഒരാളെ ജോലിക്ക് എടുക്കാനായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നത് അതിനു വേണ്ടി തന്നെയാണ്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട കുറെ പാരാമീറ്റേഴ്സ് അതും കൂടി നോക്കിയിട്ടാണ് എങ്ങനെ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു, നമ്മളുടെ ബിഹേവിയർ അല്ലെ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ രീതി, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലായിരിക്കണം. അല്ലാതെ ഫുൾ A+ ഉണ്ടോ 10ല് 10th അതുപോലെ 12th ഫുൾ A+ ഉണ്ടോ, അല്ലെങ്കിൽ ഡിഗ്രിയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടോ, മാർക്കുകളൊക്കെ വെറും അത് അർത്ഥങ്ങളായിട്ട് അവിടെ ഇങ്ങനെ നമ്മളുടെ ക്വാളിഫിക്കേഷനിൽ ഇങ്ങനെ ഇരിക്കാന്ന് മാത്രം. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള, നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒരുപാട് കഴിവുകൾ പുറത്തേക്ക് എടുക്കണം. അത് ഉണ്ട്, നമുക്കൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ചിലപ്പോ പേടി, അല്ലെങ്കിൽ ചില ആളുകൾ പറയും ഞാൻ ഇൻട്രോവേർട്ട് ആണ് അല്ലെ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്മാറുക. അതിൽ കാര്യമില്ല. അങ്ങനെയുള്ളവർ എവിടെയും എത്തില്ല. നമ്മൾ എപ്പോഴും എന്താ പറയാ, നമ്മളുടേതായ കഴിവുകൾ പുറത്തേക്ക് എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക, കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കോൺഫിഡന്റ് ആണോ, ഇതിനെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടോ എന്നാണ്. ഓക്കെ, ഹൗ ലോങ് വിൽ യു സ്റ്റേ ഇൻ അവർ കമ്പനി? അടുത്ത ചോദ്യമാണ്, നിങ്ങൾ എത്ര നാളത്തേക്കാണ്, 1 വർഷത്തേക്കാണോ, 2 വർഷത്തേക്കാണോ, അല്ലെങ്കിൽ 3 വർഷം? ചില ആളുകൾക്ക് ഒരു അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ 1-2 വർഷമൊക്കെ ഇവിടെ ചെയ്തിട്ട് പിന്നെ എവിടേക്കെങ്കിലും മാറാം എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി അവർ ചോദിക്കുന്നുണ്ട്. സോ അതും നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ അവർ സൗകര്യം തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണെങ്കിൽ അങ്ങനെ തന്നെ പറയാം. വാട്ട് ഈസ് യുവർ പ്രസന്റ് സാലറി? ഇപ്പോഴത്തെ നിങ്ങളുടെ സാലറി എന്താണ്? എന്താണ് ഹസീന? വേറെ ഏതെങ്കിലും പറയാത്തതല്ലോ ഇല്ലല്ലോ. വാട്ട് ഈസ് യുവർ പ്രസന്റ് സാലറി? ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന സാലറി എത്രയാണ്? അപ്പൊ സാലറി എത്രയാന്ന് വെച്ചാൽ പറയാ. ഇല്ല, നമ്മൾ ഫസ്റ്റ് വർക്കിംഗ് ആണെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം അവർ പറയില്ല. ആദ്യമായിട്ട് ജോലിക്ക് ഇന്റർവ്യൂവിന് വേണ്ടി വരുന്ന ആളുകളാണെങ്കിൽ അങ്ങനത്തെ ഒരു ചോദ്യം, നെക്സ്റ്റ് ചോദ്യം അവർ ചോദിക്കില്ല. ഇപ്പോഴത്തെ സാലറി എത്രയാണ് ചോദിക്കില്ല. അത് വർക്കിംഗ് ആയിട്ടുള്ളവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് പറയുക. ആൻഡ് വാട്ട് ഈസ് യുവർ എക്സ്പെക്ടഡ് സാലറി? ഇതാണ് നിങ്ങളുടെ സാലറി. ഇനി നിങ്ങൾ ഇവിടെ എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കുറവ് പ്രതീക്ഷിക്കുകയാണോ? അങ്ങനെയുണ്ടെങ്കിൽ അത് എത്രയാണെന്ന് വെച്ചാൽ പറയാം. വാട്ട് ഈസ് യുവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്? നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയുക എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും, അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻകം സോഴ്സോ മറ്റു കാര്യങ്ങൾ വേറെ ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരിൽ വർക്കിംഗ് ആണെങ്കിൽ അതൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുണ്ട്. ആർ യു റെഡി ടു സെർവ് എനിവർ ഇൻ ഇന്ത്യ? ഇനി നമ്മളുടെ ഈ ഓർഗനൈസേഷൻ ചിലപ്പോ മറ്റ് പുറം രാജ്യങ്ങളിലുള്ള അല്ലെ, നമ്മുടെ മറ്റു കൺട്രീസുമായിട്ട് ഒക്കെ ടൈപ്പ് ഒക്കെ ഉള്ള കമ്പനിയൊക്കെ ആണെങ്കിൽ അപ്പൊ അവരുടെ നിർദ്ദേശപ്രകാരം ചിലപ്പോ ഇന്ത്യക്ക് പുറത്തൊക്കെ പോയി ജോലി ചെയ്യാനൊക്കെ ആവശ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ പോകാൻ തയ്യാറാണോ എന്നാണ് ആ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ആർ യു റെഡി ടു സെർവ് എനിവർ ഇൻ ഇന്ത്യ? സോറി, ഇന്ത്യയിൽ എവിടെയെങ്കിലും, അതായത് നമ്മുടെ സ്റ്റേറ്റ് വിട്ട് പുറത്തേക്കൊക്കെ, കേരളത്തിൽ നിന്ന് പുറത്തേക്ക് മാറി ഏതെങ്കിലും എന്താ പറയാ സ്റ്റേറ്റിലൊക്കെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതനുസരിച്ച് പറയാം. അറ്റ് ഷോർട്ട് നോട്ടീസ് വിൽ യു ഏബിൾ ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ? അതായത് ഒരു ഷോർട്ട് നോട്ടീസ് തന്നാൽ നിങ്ങൾ അടുത്ത ആഴ്ച മുതൽ അല്ലെങ്കിൽ അടുത്ത മാസം മുതൽ ഇന്ന സ്ഥലത്താണ് ജോലിക്കായിട്ട് നിങ്ങളെ മാറ്റുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഒരു ഷോർട്ട് നോട്ടീസ് തന്നിട്ട് നിങ്ങൾ അങ്ങനെ മാറ്റിയാൽ നിങ്ങൾക്കത് അങ്ങനെ പെട്ടെന്ന് മാറാനായിട്ട് സാധിക്കുമോ എന്നാണ് ചോദ്യം. അപ്പൊ അതായത് അധികം പെട്ടെന്ന് ചില ആളുകൾക്ക് അങ്ങനെ പെട്ടെന്ന് മാറാൻ പറ്റില്ല. ചിലപ്പോൾ അവരുടെ ഫാമിലി, ചിലപ്പോൾ വേറെ ഫാമിലിയിൽ അവരല്ലാതെ വേറെ ആരും ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഒന്ന് ജസ്റ്റ് അവർ ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ, ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ആളാണോ? ഓക്കെ, അത്
ആർ യു ഷോർട്ട് ടെമ്പേർഡ്? ഷോർട്ട് ടെമ്പേർഡ് എന്താ? പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണോ? ഓക്കെ, ഒരു ഹോസ്പിറ്റലിലൊക്കെ എന്തായാലും ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് ഇന്റർവ്യൂല്. കാരണം നമുക്കറിയാം ഹോസ്പിറ്റലിൽ വരുന്നവര് എല്ലാവരും പേഷ്യൻസ് ആണ്. രോഗത്തിൻ്റെതായ പല കാര്യങ്ങളും അവർ പ്രകടിപ്പിക്കും. ദേഷ്യം ഉണ്ടാകും അവർക്ക്, അല്ലെ? അവർക്ക് ചിലപ്പോ നമ്മൾ പറയുന്നത് പോലെ അവർക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല. ചിലർ ഭയങ്കര ബെഡ് റിഡൻ ഒക്കെ ആണെങ്കിൽ, ഭയങ്കരമായിട്ട് കിടപ്പ് രോഗികളൊക്കെ ആണെങ്കിൽ അവരെ നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാ കാര്യവും അവർക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും. എന്താ പറയാ, നഴ്സസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും. അതിനെയൊക്കെ നമ്മളും ഫേസ് ചെയ്യേണ്ടി വരും. അതിന്റെയൊക്കെ ഒരു ചെറിയ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സും ഫേസ് ചെയ്യേണ്ടി വരും. അവര് എന്താ പറയാ ഉപയോഗിക്കുന്ന ചിലപ്പോ ചില ഭാഷകൾ നമുക്ക് ഇഷ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ കാം ആൻഡ് ക്വയറ്റ്, പേഷ്യന്റ് ആയിട്ട് നിൽക്കണം, അല്ലെ? ക്ഷമയോടെ. കാരണം ക്ഷമ അത്രയും ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ഒരു മേഖലയാണ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ആർ യു ഷോർട്ട് ടെമ്പേർഡ്? നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണോ? ആണെങ്കിൽ ആണെന്ന് പറയാ, അല്ലെങ്കിൽ അല്ലാന്ന് പറയാം. ഓക്കെ, ആർ യു എ ടീം പ്ലെയർ? നിങ്ങൾ ഒരുമിച്ച് ആളുകളുടെ കൂടെ നിന്ന് ജോലി ചെയ്യുന്ന, അതായത് ടീമായിട്ട് മാത്രം ജോലി ചെയ്യാൻ അല്ലെങ്കിൽ കളിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ? ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് നേരത്തെ ചോദിച്ചു. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നിങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഏതെങ്കിലും ജോലി തന്നാൽ ചെയ്യാൻ പറ്റുമെന്ന് ഒരു ചോദ്യം ചോദിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ ടീം പ്ലെയർ ആണോ? വാട്ട് ആർ യുവർ പോസിറ്റീവ് തിങ്സ് യു ഫൈൻഡ് ഇൻ യുവർ സെൽഫ്? നിങ്ങളിൽ കാണുന്ന, നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്ന എന്തൊക്കെ പോസിറ്റീവ്സ് നിങ്ങൾക്കുണ്ട്? നമുക്ക് നമ്മുടേതായ പോസിറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് പറയുക. ഓക്കെ, പെട്ടെന്ന് ആളുകളെ മനസ്സിലാക്കാനുള്ള കഴിവായിരിക്കാം, അല്ലെ? ആരെ കാണാനും ഒരു സ്മൈലിംഗ് ഫേസോടുകൂടി അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയായിരിക്കാം, അല്ലെ? അങ്ങനെ പോസിറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുക. ആൻഡ് വാട്ട് ആർ ദ നെഗറ്റീവ് തിങ്സ് യു ഫൈൻഡ് ഇൻ യുവർ സെൽഫ്? നമുക്ക് തന്നെ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നെഗറ്റീവ്സ്. ഓക്കെ, അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുക. ഓക്കെ, എനിക്ക് ഇന്ന കാര്യം എനിക്ക് ഈ സ്വഭാവം ഉണ്ട്, പക്ഷെ അത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവം, എനിക്ക് വേണ്ട മാറ്റണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ഉണ്ട് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് പറയാം. ആൻഡ് യുവർ ഹോബീസ്? നിങ്ങളുടെ പ്രധാനപ്പെട്ട ഹോബീസ് എന്തൊക്കെയാണ്? ലീഷർ ടൈമില് നിങ്ങൾ എക്സ്ട്രാ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഡു യു സ്ട്രെസ് ഡ്യൂറിങ് യുവർ വർക്ക്? നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെസ് ഫീൽ ചെയ്യുന്ന ആളാണോ? ഭയങ്കര സ്ട്രെസ്സിങ് മൈൻഡഡ് ആയിട്ടുള്ള ആളാണോ? പെട്ടെന്ന് എന്താ പറയാ, ജോലി ഇങ്ങനെ വരുമ്പോ അല്ലെങ്കിൽ കൂടുതലാകുമ്പോ ഭയങ്കര സ്ട്രെസ്ഡ് ആകുക. അപ്പൊ ചില ആളുകൾക്ക് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അത്. ഡു യു ഹാവ് എനി വീക്ക് പോയിന്റ്സ്? എന്തെങ്കിലും വീക്ക് പോയിന്റ്സ് നിങ്ങളുടേതായ എന്തെങ്കിലും, ചില ആളുകൾ കാണുമ്പോൾ പറയില്ല ഇത് അവന്റെ വീക്ക് പോയിന്റ് ആണ്, അതിൽ കയറി പിടിച്ചാൽ നമുക്ക് ആളെ മയക്കാം, അല്ലെ? അങ്ങനെയൊക്കെയുള്ള വീക്ക് പോയിന്റ്സ് ഉള്ള ആളാണോ? വാട്ട് ഈസ് യുവർ ലെറ്റർ ഡ്രാഫ്റ്റിംഗ് കപ്പാസിറ്റി? ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് തന്നു കഴിഞ്ഞാൽ ഇത്ര മണിക്കൂറിൽ നിങ്ങൾ എത്ര വേർഡ്സ് ടൈപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ട്. എഴുതാൻ പറ്റുമോ? ഡ്രാഫ്റ്റ് ചെയ്യാനോ? എഴുതാനാണെങ്കിൽ എഴുതാൻ, ഇപ്പൊ ടൈപ്പിംഗ് ആണെങ്കിൽ അത് ഒക്കെ ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രയാണ്? ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എനി സ്പെഷ്യൽ ഇൻസിഡൻസ് ദാറ്റ് യു കനോട്ട് ഫോർഗെറ്റ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾക്ക് ഏതാ വീക്ക് പോയിന്റ്സ് പറയണം. വീക്ക് പോയിന്റ്സ് പറയണം. നമ്മളുടേതായ വീക്ക് പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്കത് പറയാം. എനിക്കൊരു വീക്ക്നെസ് ആണ്, അല്ലെ? ഇപ്പൊ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനോട് നമുക്കൊരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് അവിടെ എടുത്ത് പറയാം. ചോദിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. അപ്പൊ നമ്മളുടെ ലെറ്റർ അത് നെഗറ്റീവ്സ് അല്ല, നമ്മൾ ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണല്ലോ, അത് നെഗറ്റീവ് ആവണമെന്നില്ല. അത് ചില ആളുകളിൽ ഉള്ളതാണ്, ഇൻബോൺ ആണ്, നമ്മളിൽ അങ്ങനെ ഉള്ളതാണ്. അപ്പൊ ചില ആളുകൾ അത് ഒട്ടും നമുക്ക് മറ്റു സമൂഹത്തിൽ അത് പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ വി ഹാവ് ടു അവോയ്ഡ് ഇറ്റ്. നമ്മളത് പറഞ്ഞ് നമ്മളുടെ മനസ്സിനെ ഒരുക്കി നമ്മളത് ഇപ്പൊ നമുക്കൊരു സൊസൈറ്റിയിൽ ഇരുന്ന് ചെയ്യുന്നതും നമ്മുടെ വീടുകളിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയണം. അപ്പൊ നമുക്ക് ചിലതൊക്കെ നമ്മൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി ജോലി ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ വി ഹാവ് ടു അവോയ്ഡ് ഇറ്റ്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കണം. അപ്പൊ അതാണ് വീക്ക് പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് പറയുമ്പോ ഞാനത് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം ഒരു സോഷ്യലായിട്ട് അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾക്കും അത് തടസ്സമാകാൻ സാധ്യതയുണ്ട്. അത് പാടില്ല. നമ്മുടെ വീടുകളിൽ നമുക്കിപ്പോ ചില വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്താ പറയാ, എന്തെങ്കിലും ഇരിക്കുമ്പോഴേക്കും എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടന്നുറങ്ങുന്നു, അല്ലെ? അതൊക്കെ അത് നമ്മളുടെ ഒരു എന്തെങ്കിലും വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഇത് വരുന്നു, അപ്പൊ ഞാൻ എന്റെ ഒരു വീക്ക്നെസ് അതാണ് എന്നൊക്കെ പറയാം നമുക്ക് അതുണ്ടെങ്കിലും. ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ഇൻസിഡൻസ് ദാറ്റ് യു കനോട്ട് ഫോർഗെറ്റ് ഇൻ യുവർ ലൈഫ്?
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ സാധിക്കാത്ത നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ, സംഭവം ഉണ്ടായിട്ടുണ്ടോ? സ്പെഷ്യൽ ഇൻസിഡൻസ് ദാറ്റ് യു മെയ്ഡ് ഫീൽ അറ്റ് ഹാർട്ട്, സോറി, സ്പെഷ്യൽ ഇൻസിഡൻസ് ദാറ്റ് യു കനോട്ട് ഫോർഗെറ്റ് ഇൻ യുവർ കരിയർ. നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്, നേരത്തെ വേറെ സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? നമ്മളുടെ മനസ്സിനെ പിടിച്ച് കുലുക്കിയ, അല്ലെങ്കിൽ നമുക്ക് വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷം തന്ന ഒരു സംഭവം, എന്ത് ഇൻസിഡന്റ് ആയാലും മറക്കാൻ പറ്റാത്തത്, അത് ലൈഫിലായിക്കോട്ടെ കരിയറിലായിക്കോട്ടെ. ആൻഡ് എനി സ്പെഷ്യൽ ഇൻസിഡൻസ് ദാറ്റ് യു മെയ്ഡ് ഫീൽ അറ്റ് ഹാർട്ട്, നിങ്ങൾക്ക് വളരെയധികം ഹേർട്ട് ഫീലിങ്സ് തന്ന ഏതെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? കണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാ ചോദിക്കണേ, അല്ലാണ്ട് പുസ്തകത്തിലെ ചോദ്യങ്ങളല്ല കൂടുതലും. ഡു യു റിസീവ് എനി അപ്രീസിയേഷൻസ് ഫ്രോം യുവർ റിപ്പോർട്ടിംഗ് ഓഫീസർ? ഇനി നിങ്ങളുടെ ഓഫീസേഴ്സിൽ നിന്നൊക്കെ ജോലിക്ക് കയറി ജോലി ചെയ്യുന്ന ആളുകളോടാണ്, അവിടെയുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപ്രീസിയേഷൻസ്, എന്തെങ്കിലും അനുമോദനങ്ങൾ അല്ലെ കിട്ടിയിട്ടുണ്ടോ? അതായത് നിങ്ങളെ അപ്രീസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു മഹത്വത്തെ വർണ്ണിക്കുക അല്ലെ. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് അവിടെ നിന്ന്? ഡു യു ബിലീവ് യു ആർ ഇൻ എ ജോബ് ഓർ ബ്രൈറ്റ് കരിയർ? നിങ്ങൾ നിങ്ങളുടെ ജോലിയാണോ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന് തോന്നുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബെറ്റർ കരിയർ ആണോ? നിങ്ങൾ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം? നിങ്ങളുടെ കരിയർ ബെറ്റർ ആക്കുക അല്ലെങ്കിൽ ജോലി, ഏതിനായിരിക്കും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നാണ്. അപ്പൊ രണ്ടും അല്ലെ, നമ്മളുടെ കരിയർ ബെറ്റർ ആക്കുക എന്നുള്ളതിലുപരി അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയും നമ്മൾ എന്ത് ചെയ്യുക, നന്നാക്കണം അല്ലെ. നമ്മൾ ചെയ്യുന്ന ജോലി എഫിഷ്യന്റ് ആയിട്ട് വളരെ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. ഹൗ ലോങ് യു റിക്വയർ ടു ജോയിൻ അവർ ഓർഗനൈസേഷൻ? നിങ്ങളെ ജോലിക്ക് എടുത്തു എന്ന് വിചാരിക്കുക, എത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റും? എത്രയാ? നിങ്ങളിപ്പോ പറയാണ് നിങ്ങൾ അപ്പോയിന്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂവിൽ പാസ്സായിട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര സമയം അല്ലെങ്കിൽ എത്ര കാല താമസം എടുക്കും ഇവിടെ ജോയിൻ ചെയ്യാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ സം ക്വസ്റ്റ്യൻസ് വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനർ. അപ്പൊ ഈ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റുകാര് തയ്യാറാക്കുന്ന ക്വസ്റ്റ്യനയേഴ്സിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ കണ്ടത്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ആൻസേഴ്സ് നിങ്ങളും എഴുതി എവിടെയെങ്കിലും വെച്ചോ. ഞാൻ കഴിഞ്ഞ ദിവസം എഴുതിയിട്ട് വെച്ചോളാൻ പറഞ്ഞിരുന്നു. ആൻഡ് യു ആർ നോട്ട് കോൺഫിഡന്റ് ടു ആൻസർ. നിങ്ങളുടെ ആൻസർ തരാനായിട്ട് അത്ര കോൺഫിഡന്റ് ആയിരുന്നില്ല. പിന്നെ അത് വായിച്ചു വരുമ്പോ ഇനി ഞാൻ പറഞ്ഞു ഇതാക്കി വരുമ്പോഴേക്കും സമയം പോകും. അതുകൊണ്ടാണ് ഞാൻ തന്നെ വായിച്ചു തരാം. അപ്പൊ വീണ്ടും ഞാൻ അടുത്ത ദിവസത്തേക്ക് ആക്ടിവിറ്റി വീണ്ടും തരാണ്. ഇപ്പൊ ഐ തിങ്ക് നിങ്ങൾക്ക് അതിന്റെ മീനിങ് ഒക്കെ മനസ്സിലായോ? എല്ലാവർക്കും ഓരോ ക്വസ്റ്റ്യന്റെ മനസ്സിലായില്ലേ? ആൻസർ ക്വസ്റ്റ്യൻസ് മനസ്സിലായിട്ടുണ്ട്. സോ ഐ തിങ്ക് യു ക്യാൻ ആൻസർ നൗ അല്ലെ. ഇപ്പൊ ഇനി നിങ്ങൾക്ക് ഒരു ആൻസർ കണ്ടെത്തി വരാലോ. either in English or in Malayalam, ഏത് ലാംഗ്വേജിലോ ഇംഗ്ലീഷോ മലയാളമോ ഹിന്ദി ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് കമ്പ്യൂട്ടർ ലിറ്ററേച്ചർ, കമ്പ്യൂട്ടറിലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും. ഇപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നോളജ് ആവശ്യമുള്ള ഒരു കാറ്റഗറി ആണെങ്കിൽ അതിനെ ഉൾപ്പെടുത്തിയും ചോദിക്കും. ഇപ്പോഴത്തെ ആളുകൾക്ക് ഒരു എന്താ പറയാ, മിനിമം ഒരു കമ്പ്യൂട്ടറിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരു മിനിമം അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എല്ലാവർക്കും ഏകദേശം അറിയാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങനെ ചോദിച്ചാലും അല്ലെങ്കിൽ ചോദിച്ചില്ലെങ്കിലും എന്താ പറയാ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതല്ല, അത് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവർ ചോദിച്ചിരിക്കും ക്വസ്റ്റ്യനിൽ. ഓക്കെ, സോ ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് ഒരു ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇതൊക്കെ ഇന്റർവ്യൂ പാനൽസ് നമ്മളോട് ഇന്റർവ്യൂവിൽ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് പ്രൊസീജിയർ ഈസ് ടു ഫൈൻഡ് ദ റിസൾട്ട്. ഇന്റർവ്യൂവിന്റെ റിസൾട്ട് വേണം. ഇന്റർവ്യൂവിന്റെ റിസൾട്ട് വരണമെങ്കിൽ ദർ ഷുഡ് ബി ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം. അതിനെന്ത് ചെയ്യും, ഓരോരുത്തരുടെയും കയ്യിൽ നമ്മുടെ ഇന്റർവ്യൂ പാനല് എന്ത് ചെയ്യുന്നു, അവർക്ക് കൊടുത്തിരിക്കുന്ന നേരത്തെ പറഞ്ഞൊരു ഒരു ആപ്ലിക്കേഷൻ ഫോം, ഒരു എന്താ പറയാ, ഒരു ഫോം കൊടുത്തിട്ടുണ്ട്, ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോം. അതിൽ അവരുടെ പേര്, ഓരോ കാൻഡിഡേറ്റ്സിന്റെയും പേരും ഏജും അവരുടെ ക്വാളിഫിക്കേഷനും മറ്റ് റെസ്യൂമെ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തരുടെയും കയ്യിലും. അതോടൊപ്പം തന്നെ ഒരു ഇന്റർവ്യൂ അസസ്മെന്റ് ഫോമും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനകത്താണ് എന്ത് ചെയ്യുന്നത്, അവരത് ഫില്ല് ചെയ്ത് ഓരോ എന്താ പറയാ കോളംസ് ഉണ്ട് അവിടെ ഫില്ല് ചെയ്യാനായിട്ട്. ആ കേൾക്കുന്ന ഉത്തരങ്ങൾക്ക് അവർ കൃത്യമായിട്ട് അതിന് ഇന്ന റാങ്കുകൾ അല്ലെങ്കിൽ മാർക്കുകളൊക്കെ കൊടുത്ത് അത് ഫില്ല് ചെയ്യുന്നു. അപ്പൊ പൊസിഷൻ അപ്ലൈഡ് ഫോർ, ആദ്യം തന്നെ ഒരു ഫോമിന്റെ ഒരു ഫോർമാറ്റ് നോക്കാം, ഏത് പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ ആണ്. ആ ഒരു പൊസിഷൻ ഇവിടെ ചെയ്തു. ഇപ്പൊ എന്താണ്, ഹോസ്പിറ്റലിനകത്ത് ഉള്ള നമ്മുടെ പബ്ലിക് റിലേഷൻ ഓഫീസറിലേക്കുള്ള ഒരു പോസ്റ്റ് ആണ് ചോദിക്കുക. അപ്പൊ അവിടെ PR പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ഇതും കാൻഡിഡേറ്റിന്റെ പേര് എഴുതാനുള്ള കോളം ഉണ്ട്, കാൻഡിഡേറ്റ്സിന്റെ നെയിം എഴുതും, കാൻഡിഡേറ്റിന്റെ ഓരോരുത്തരുടെയും ഉണ്ട് കേട്ടോ. ഇത് ഒരാളുടെ അസസ്മെന്റ് ഫോം ആണ്. അങ്ങനത്തെ എത്ര കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂ ചെയ്യുന്നോ അത്രയും ഫോംസ് ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഒരാൾക്കാണ്, എല്ലാവരെയും കൂടി ഇതിനകത്ത് എഴുതാനല്ല. ക്ലിയർ ആണോ പറയുന്നത്?
ഇപ്പൊ ആദ്യത്തെ ആള് വന്നു ബിനുവിനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നു. അപ്പൊ ആളുടെ പോസ്റ്റ് PROന്റെ പോസ്റ്റിലേക്കാണ്. അപ്പൊ ആ പൊസിഷൻ അപ്ലൈഡ് ഫോർ എന്നുള്ളടത്ത് PRO എഴുതും. നെയിം ഓഫ് കാൻഡിഡേറ്റ് ബിനു എന്ന് എഴുതി. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആ ബിനുവിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അങ്ങനെ ഓരോ ഈച്ച് ആൻഡ് എവറി ഇന്റർവ്യൂ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനും അവർ ഒരു ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു സ്പെസിഫിൻ ആണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതിന്റെ കോളം ഉണ്ട്. പിന്നെ എക്സ്പെക്ടഡ് സാലറി, നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താ പറയാ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാലറി, ഇതൊക്കെ അവിടെ ഉണ്ടായിരിക്കും. ഇതൊക്കെ അവര് ചെയ്യുന്നു നമ്മളോട് ചോദിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതവിടെ അവരവിടെ റെക്കോർഡ് ചെയ്യും. ഞാൻ ഉദ്ദേശിക്കുന്ന സാലറി 40,000 അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഓരോരുത്തരുടെയും അത് കേൾക്കുന്നത് അവിടെ അവര് എഴുതി വയ്ക്കും. പിന്നെ ഇപ്പോഴത്തെ എന്തെങ്കിലും കറന്റ് ജോബ്, ഇപ്പൊ എവിടെ എന്താണ് ജോലി ചെയ്യുന്നത്, അത് ഏത് പൊസിഷനിൽ ഏത് ഡെസിഗ്നേഷനിലാണ്, ഇപ്പോഴത്തെ സാലറി എന്താണ്, പിന്നെ ടോട്ടൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ടോട്ടൽ എക്സ്പീരിയൻസ് ആണ്, സ്പെല്ലിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല. ടോട്ടൽ എക്സ്പയറി എന്നാണ് എഴുതി വെച്ചാണ്. EXPERIENCE എന്നുകൂടി എഴുതി വെച്ചേക്കാം. മൊത്തം എക്സ്പീരിയൻസ് ആൾക്ക് എത്രയുണ്ട്, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി സ്പേസ് കൊടുത്തിട്ട് അവിടേക്ക് അത് ഫില്ല് ചെയ്യുന്നു. പിന്നെ പേഴ്സണാലിറ്റി, ആളുടെ പേഴ്സണാലിറ്റി, മുമ്പിൽ ഇരുന്ന് കുറച്ചു നേരമൊക്കെ സംസാരിച്ച് ചെയ്യുമ്പോൾ ഏകദേശം പേഴ്സണാലിറ്റി ഒക്കെ മനസ്സിലാകും അത്. പിന്നെ ലാംഗ്വേജ് പ്രൊഫഷൻസി, ദാറ്റ് മീൻസ് എത്ര ഫ്ലുവന്റ് ആയിട്ടാണ് ആള് ഓരോ ഭാഷ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അത് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് അതൊക്കെ അവർ നോട്ട് ചെയ്യും. കാരണം നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുകയാണല്ലോ. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന രീതി either ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളമാണോ, തമിഴാണോ, ഹിന്ദിയാണോ, എന്താണോ അത് ആ ലാംഗ്വേജ് ഏതാണ്, അപ്പൊ അവരത് അവിടെ നോട്ട് ചെയ്യും. മലയാളം ഫ്ലുവന്റ് ആയി സംസാരിക്കുന്നു, ഇംഗ്ലീഷ് കുഴപ്പമില്ല, അങ്ങനെയൊക്കെ. ഓക്കെ, റെസ്പോൺസസ് ടു ക്വസ്റ്റ്യൻസ്, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് കാൻഡിഡേറ്റ്സ് റെസ്പോണ്ട് ചെയ്യുന്നത്, ആ രീതി അത്. പിന്നെ കോൺഫിഡൻസ് ലെവൽ, നമ്മൾ ഓരോ ആൻസർ പറയുമ്പോഴും അവർ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടി ചെക്ക് ചെയ്യുന്നത്. എന്താ പറയാ, അങ്ങനെ മടിച്ചൊക്കെ പറയുമ്പോ നമ്മൾ പറയുന്ന ആൻസർ തെറ്റായിക്കോട്ടെ, അത് ഏത് രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് ആള് പറയുന്നു അതിന്റെ ആ ഒരു കാര്യം അത് നോട്ട് ചെയ്യുന്നു. ടെക്നിക്കൽ നോളജ്, ടെക്നിക്കലായിട്ട് എന്തെങ്കിലും മെഷീൻസ് ഹാൻഡിൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എഴുതുന്നു. കമ്പ്യൂട്ടർ നോളജ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്രോച്ച് ഓർ ആറ്റിറ്റ്യൂഡ്, ഓരോരുത്തരുടെയും മനോഭാവം, ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ്, അതൊക്കെ അപ്രോച്ചിങ് രീതി. പിന്നെ ഏതെങ്കിലും തരത്തില് ആളിൽ കണ്ട നെഗറ്റീവ് റിമാർക്സ് എന്തെങ്കിലും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും അവരവിടെ നോട്ട് ചെയ്യും. അപ്പൊ ഇതെല്ലാം കൂടി വിലയിരുത്തി അവസാനമാണ് എന്ത് ചെയ്യുന്നത്, ആരെയൊക്കെ സെലക്ട് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു ഇതിന്റെ ഇന്റർവ്യൂ അസസ്മെന്റിന്റെ ഒരു ഫോമാണ് നമ്മളിപ്പോ കണ്ടത്. ഓക്കെ, കമ്പ്യൂട്ടറിന്റെ നോളജ് അത്യാവശ്യമാണ്. കമ്പ്യൂട്ടറിൽ നോളജ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഉണ്ട്, പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നത് ഒരുപാടുണ്ട്. പക്ഷെ യൂഷ്വലി നമുക്ക് വേണ്ടത് എന്താ പറയാ, നമ്മളുടെ എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവരുടെ പേറോള് അല്ലെ, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഏതെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ വേക്കൻസീസ് ഉണ്ടോ അങ്ങനെയുള്ളതൊക്കെ നോക്കണം. അപ്പൊ ഇതൊക്കെ ഈ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റുകാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അത് ഏത് ഡിപ്പാർട്ട്മെന്റ് എന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടർ നോളജ് വേണോ, മറ്റ് ടെക്നിക്കൽ നോളജ് വേണോ. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയതുകൊണ്ട് ഓവറോൾ ആണ്, എല്ലാത്തിന്റെയും മാനേജ്മെന്റ് ഉണ്ട്, എല്ലാം നോക്കി മനസ്സിലാക്കണം എവിടെയൊക്കെ പോരായ്മകൾ. കാരണം ഒരു ഹോസ്പിറ്റലിന്റെ മാക്സിമം എഫിഷ്യൻസി, ഗ്രോത്ത് ഇവരുടെയൊക്കെ കൈകളിലാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അറിയണം, എവരിത്തിങ്. അത് എന്താ പറയാ, ഒരു നെസസറി ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതനുസരിച്ചിട്ടാണ് ടെക്നിക്കൽ നോളജ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ എല്ലാ കാര്യമൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. കമ്പ്യൂട്ടർ ഏതൊക്കെ പ്രോഗ്രാമുകളൊക്കെ ഇതിനകത്തൊക്കെ സോഫ്റ്റ്വെയർസ് ഉണ്ടോ എന്നൊക്കെ വെച്ചിട്ട് എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്കിലും ഒരു ചില കാര്യങ്ങളിൽ അവർക്ക് അവരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്, അതുകൊണ്ട് അത് അറിഞ്ഞിരിക്കണം. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏതാണ് നമുക്ക് വേണ്ട ഒരു കാര്യം, അങ്ങനെയൊക്കെ. അപ്പൊ ഇതാണ് ഫോം. മനസ്സിലായല്ലോ? അസസ്മെന്റ് ഫോം മനസ്സിലായില്ലേ? അടുത്തതിലേക്ക് പോയിക്കോട്ടെ. ഇതൊക്കെ ജസ്റ്റ് വെറുതെ നിങ്ങൾക്കൊന്നും അങ്ങനെ, ഇതൊക്കെ വെറുതെ അല്ല, വായിച്ചു നോക്കി മനസ്സിലാക്കി പോകേണ്ട കാര്യങ്ങളാണ്. വെറുതെ, അതായത് നമ്മൾ ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോ നമ്മൾ ഏത് വിഭാഗത്തിലാണ്, നമ്മൾ HR-ലാണോ, ഏത് വിഭാഗത്തിലാണ് നമുക്ക് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ,
നെക്സ്റ്റ് ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പൊ നമ്മള് എന്ത് ചെയ്തു, ഇന്റർവ്യൂ പാനൽ അറേഞ്ച് ചെയ്തു, അതിനുശേഷം ക്വസ്റ്റ്യനയറിന്റെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനയർ തയ്യാറാക്കി, ഇന്റർവ്യൂ നടത്തി, ഇന്റർവ്യൂവിന്റെ അസസ്മെന്റ് നടത്തി. എന്ത് ചെയ്തു, ഇന്റർവ്യൂല് വന്ന ഓരോ കാൻഡിഡേറ്റ്സിനെയും ഇന്റർവ്യൂവിൽ നിന്ന് വിലയിരുത്തി നമ്മൾ അതിൽ നിന്ന് ഈ ഇന്റർവ്യൂ ചെയ്ത എല്ലാവരെയും നമ്മൾ എടുക്കുമോ ജോലിക്ക്? ഇല്ല. അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്താൽ അവർക്ക് എന്ത് ചെയ്യണം, ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ്, ഇന്ന ദിവസം നിങ്ങൾ അപ്പോയിന്റ്മെന്റിന് വേണ്ടി റെഡിയായി വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഫ്രം ദ ഷോർട്ട് ലിസ്റ്റഡ് ആൻഡ് ഓൾസോ ഫ്രം ദ ഇന്റർവ്യൂ അസസ്മെന്റ്, ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുത്തു, അതിൽ നിന്ന് നമ്മൾ ഇന്റർവ്യൂ ചെയ്തെടുത്തു, അതിൽ നിന്ന് നമുക്ക് കിട്ടിയ പാനൽ എക്സ്പേർട്സ് വഴിയായിട്ട് ഇന്റർവ്യൂ ചെയ്തു. അതിനുശേഷം ആദ്യത്തെയൊക്കെ അടിസ്ഥാനത്തിൽ ബേസ്ഡ് ഓൺ ദ ഇന്റർവ്യൂ അസസ്മെന്റ്, ഇന്റർവ്യൂ അസസ് ചെയ്തതിന്റെ എന്താ പറയാ അടിസ്ഥാനത്തില് ഈ പറയുന്ന ജോബ് ആസ്പിറൻസിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, കാറ്റഗറൈസ് ചെയ്യും, ഇങ്ങനെ തരംതിരിക്കും. എന്താണ് ചിലത് ഇപ്പൊ ഇത്ര ഒരു 1000 പേരെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തു, ഈ 1000 പേർക്കും നമ്മൾ ജോലിയൊന്നും കൊടുക്കാൻ പോകുന്നില്ല. ഇതിൽ നിന്ന് ഒരു കുറച്ചധികം പേരെ, കുറച്ച് ചിലപ്പോൾ ഹാഫ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ആയിരിക്കാം മേ ബി നെഗ്ലക്റ്റഡ് എന്ന് വെച്ചാൽ എന്താ, അവരങ്ങോട്ട് വിട്ടുകളഞ്ഞു. എന്ന് വെച്ചാൽ ഈ ഇന്റർവ്യൂ ചെയ്തതിൽ നിന്ന് പകുതി ആളുകളെ നമ്മൾ വിട്ടുകളഞ്ഞു. കാരണം അത് ചിലപ്പോ ഇവർ ഉദ്ദേശിച്ച അസസ്മെന്റിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും താഴെ പൊസിഷനിൽ പോയ അല്ലെങ്കിൽ റാങ്ക് ചെയ്തപ്പോ അസസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതനുസരിച്ച് ഒരു റാങ്ക് കൊടുക്കും. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ചെയ്യുന്ന ആളായിരുന്നു, അപ്പൊ അയാൾക്ക് ഒരു ഫസ്റ്റ് റാങ്ക് കൊടുക്കും. അങ്ങനെ നമ്മൾ റാങ്ക് ചെയ്ത് വരും. അങ്ങനെ വരുമ്പോ ഏറ്റവും താഴെയുള്ള കുറച്ച് റാങ്കുകൾ അവർ മൊത്തത്തിൽ റിജക്ട് ചെയ്യും. അതിനുശേഷം പിന്നെ എന്താ ചെയ്യാ, കുറച്ച് പേരെ ഹോൾഡ് ചെയ്യും. എന്താ ഹോൾഡ് ചെയ്യണേ, മൊത്തത്തിൽ അങ്ങനെ പൂർണ്ണമായിട്ട് റിജക്ട് ചെയ്തിട്ടില്ല, വെക്കും അല്ലെ, നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റ് പോലെ. അങ്ങനെയൊക്കെ ഇല്ലേ, ആണോ അങ്ങനെയൊക്കെ? അതൊക്കെ നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളാണ്. വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടും, അവിടെ ഇരിക്കട്ടെ, നമ്മളെ പൂർണ്ണമായിട്ട് അവർ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇഫ് നെസസറി വി ഹാവ് ടു ഇൻക്ലൂഡ് ദം. കാരണം ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോ ഈ റിജക്ട് ചെയ്ത് കളഞ്ഞു, ബാക്കിയുള്ള ഇത്രയും പേരുണ്ട്, അതിൽ നിന്ന് കുറച്ച് പേരെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് എന്തിനാണെന്നറിയാമോ, ഇനി നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. ഈ സെലക്ട് ചെയ്ത ആളുകള് ചിലപ്പോ ഇഫ് ദേ ആർ നോട്ട് ഏബിൾ ടു, അവർ വരുന്നില്ല, അവർക്ക് എന്തെങ്കിലും മറ്റു കാരണങ്ങളാൽ ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞ നമ്മൾ സെലക്ട് ചെയ്തവരിൽ നിന്ന് കുറച്ച് ഡ്രോപ്പ് ഔട്ട് ആയിട്ട് പോയി എന്ന് വിചാരിക്കാം. സോ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് നമുക്ക് വേക്കൻസി ഫില്ല് ചെയ്യണ്ടേ. ഉദാഹരണത്തിന് ഒരു 10 വേക്കൻസി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു 30 വേക്കൻസി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. 30 വേക്കൻസി വന്നിട്ട് നമ്മൾ ഒരു 90 പേരെ നമ്മൾ എന്ത് ചെയ്തു, ഇന്റർവ്യൂ ചെയ്തു. 90 പേഴ്സൺസിനെ ഇന്റർവ്യൂ ചെയ്തു. ഇന്റർവ്യൂ ചെയ്തിട്ട് ഒരു 10-40 എണ്ണം നമ്മൾ എന്ത് ചെയ്തു, റിജക്ട് ചെയ്തു. ദാറ്റ് മീൻസ് ഒരു 50 എണ്ണം കൂടിയേ നമ്മുടെ കയ്യിലുള്ളൂ. 50 എണ്ണേ നമ്മുടെ കയ്യിലുള്ളൂ. നമുക്ക് 30 വേക്കൻസി ആണ് ഫിൽ ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 30 വേക്കൻസി ഫസ്റ്റ് തുടങ്ങിയുള്ള റാങ്കിൽ അസസ് ചെയ്ത രീതിയിൽ 30 പേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്താ പറയാ, നമുക്ക് വേണം സെലക്ട് ചെയ്ത ഗ്രൂപ്പായിട്ട് നമ്മൾ 30 പേരെ മാറ്റുന്നു. ഒരു 20 പേരുണ്ട് പിന്നെ അവിടെ ബാക്കി. ആ 20 പേര് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കും. കാരണം 30 വേക്കൻസി ഫില്ല് ചെയ്യാൻ നമ്മൾ ആദ്യത്തെ 30 പേരെ നമ്മൾ അസസ് ചെയ്തതിൽ നിന്ന്, വിലയിരുത്തിയതിൽ നിന്ന് ടോപ്പ് ആയിട്ടുള്ള 30 പേരെ സെലക്ട് ചെയ്തോടെ വെച്ചിട്ടുണ്ട്. സെലക്ടഡ് ഗ്രൂപ്പില് 20 പേരെ ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇഫ് എനി സർക്കംസ്റ്റാൻസ്, ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഈ 30 ആദ്യം കണ്ട 30 പേരിൽ ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ ആൾക്കാർക്ക് 5 പേർക്കോ 2 പേർക്കോ 3 പേർക്കോ ഒക്കെ വരാൻ പറ്റുന്നില്ല. മറ്റേതെങ്കിലും ഇടയിൽ, അതിന്റെ ഇടയിൽ ചിലപ്പോൾ ബിറ്റ്വീൻ കുറെ കാര്യങ്ങളൊക്കെ വരാനുള്ള മനുഷ്യർക്ക്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വേക്കൻസി വീണ്ടും അവിടെ ഫില്ലാവാതെ ബാക്കി കിടക്കും അല്ലെ. അപ്പൊ അത്രയും പേര്, ഒരു 5 പേര് വന്നില്ല എന്ന് കരുതി നമ്മൾ 30 പേരെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു. ആ 30 പേരിൽ 5 പേർക്ക് ഇപ്പൊ വരാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന 5 പേരെ നമുക്ക് അവിടേക്ക് കയറ്റാൻ പറ്റും. അതുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വേണ്ട എണ്ണം മുഴുവൻ എടുത്തിട്ട് ബാക്കി മൊത്തം എന്ത് ചെയ്യുന്നില്ല, ഒരു ഓർഗനൈസേഷനും റിജക്ട് ചെയ്യുന്നില്ല. സം ഓഫ് ദ കാൻഡിഡേറ്റ്സ് വിൽ ബി വിത്ത് ഹോൾഡ്, അവരെന്ത് ചെയ്യും, ഹോൾഡ് ചെയ്ത് വെക്കും. അതിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ ദിസ് റാങ്കിങ് വിൽ ബി, ഇത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഗ്രൂപ്പായിട്ട് തിരിക്കുക, ഈ കാറ്റഗറി ആയിട്ട് ഏതൊക്കെയാ, ഒന്ന് റിജക്റ്റഡ്, ഒന്ന് ഹോൾഡിങ്, മറ്റൊന്ന് സെലക്ടഡ് ഗ്രൂപ്പ്. ഇങ്ങനെ 3 ആയിട്ട് തിരിക്കുന്നത് വിൽ ബി അക്കോർഡിംഗ് ടു ദ റാങ്കിങ്. ഈ അസസ്മെന്റിന്റെ റാങ്കിങ്ങിന് വെച്ചിട്ടാണ്, ആ റാങ്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ പറയുന്ന ഗ്രൂപ്പായിട്ടൊക്കെ തിരിക്കുക. അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കായിരിക്കും അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടതിന്റെ? റാങ്ക് ഹോൾഡേഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആരെയാണ് സെലക്ട് ചെയ്ത ഗ്രൂപ്പ്, ആ സെലക്ട് ചെയ്ത ഗ്രൂപ്പിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അവര് അപ്പോയിന്റ്മെന്റിന്റെ ലെറ്റർ സബ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യും. അപ്പൊ ഒരു എങ്ങനെയാണ് ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ എങ്ങനെയുള്ളതാണ് എന്നുള്ളത് താഴെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഫോർമാറ്റ്, ഒരു ലെറ്ററിന് ഒരു നമ്പർ, നമുക്കറിയാം ലെറ്റർ പാഡിലൊക്കെ അവിടെ എഴുതുമ്പോൾ അവര് നമ്പർ ഉണ്ടായിരിക്കും ഓരോന്നിനും. ആ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് വേണം. മിസ്റ്റർ രവി കൃഷ്ണൻ, അലയം
ആലയം ഭവൻ ആൻഡ് എറണാകുളം ഡിസ്ട്രിക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നാണ് ആ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. സബ്ജക്ട് നമുക്കറിയാം, ഒരു ഒഫീഷ്യൽ ലെറ്ററിന്റെ ഫോർമാറ്റിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഔദ്യോഗികമായ ഔദ്യോഗികമായിട്ടുള്ള ലെറ്റർ ആയതുകൊണ്ട് ലെറ്റർ ഫോർമാറ്റിലാണ്. അപ്പോ നമ്മുടെ അഡ്രസ് ചെയ്തിട്ടുണ്ട്, ഒരു ഡേറ്റ് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡില്. അത് കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന ലെറ്ററിന്റെ ഫോർമാറ്റ് ഒക്കെ ഇങ്ങനെ ലെഫ്റ്റ് അലൈൻ ചെയ്തതാണ്, ലെഫ്റ്റ് മാർജിനെ അലൈൻ ചെയ്തിട്ട് എഴുതിയിരിക്കുകയാണ്. അഡ്രസ്സും അതുപോലെ സബ്ജക്ട് ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ. എന്തിനുള്ള കത്താണ് ഈ കത്ത്? നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ അപ്പോയിന്റ്മെന്റിന്റെ കാര്യം അറിയിക്കാനാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ തന്നത്. പബ്ലിക് റിലേഷൻസ് ഓഫീസറുടെ പോസ്റ്റിലേക്ക് അതിന്റെ ഒരു ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് ആണ് ഇത് വരുന്നത്. റെഫറൻസ് യുവർ ആപ്ലിക്കേഷൻസ് ഡേറ്റഡ്. അത് ചിലപ്പോ ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു അല്ലെ, ഇപ്പൊ ചിലപ്പോ ചില ആൾക്കാർ ഇങ്ങനെ കുത്തിയിരുന്ന് കുറെ പോസ്റ്റിലേക്ക് പല പല സ്ഥലങ്ങളിലേക്കും ഓരോ വേക്കൻസി കാണുമ്പോഴും എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. സോ അപ്പൊ അത് എവിടുന്നാണ്, ഏത് പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷനിൽ നിന്ന് വന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണ് എന്നൊക്കെ അറിയാൻ ചില കാൻഡിഡേറ്റ്സിന് ബുദ്ധിമുട്ടുണ്ടാകും. അതൊന്നും ഇല്ലാതിരിക്കാൻ ഓർഗനൈസേഷൻ തന്നെ അവിടെ എഴുതിയേക്കാണ് യുവർ ആപ്ലിക്കേഷൻ ഡേറ്റഡ് ആൻഡ് സബ്സിക്വന്റ് ഇന്റർവ്യൂ. നിങ്ങളുടെ ഇന്ന ദിവസത്തെ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഇന്ന ദിവസം നടത്തിയ ഇന്റർവ്യൂ, അതിന്റെയൊക്കെ ബേസിസിലാണ് നിങ്ങൾക്ക് ഈ കത്ത് അയക്കുന്നത്. ഡിയർ മിസ്റ്റർ ഓർ മിസിസ് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ട് സാല്യൂട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് with reference to your application for employment in Anil Institute of Medical Sciences. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആണ് അനിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസിൽ നിന്ന് എടുത്ത അതിന്റെ റെഫറൻസുമായിട്ട് ബന്ധപ്പെട്ട കത്താണ് ഇത്. സബ്സിക്വൻസ് ടു ദ ഇന്റർവ്യൂ വി ഹാവ് പ്ലഷർ ടു ഓഫർ എംപ്ലോയ്മെന്റ് ഓൺ ദ ഫോളോയിങ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. താഴെ കൊടുത്തിരിക്കുന്ന നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായി നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങൾ നടത്തിയ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലും നിങ്ങളെ ഈ ജോലിയിലേക്ക് എടുക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? വി ഹാവ് ദ പ്ലഷർ ടു ഓഫർ എംപ്ലോയ്മെന്റ്. നിങ്ങൾക്ക് ഈ ജോലി ഓഫർ ചെയ്യാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഇന്റർവ്യൂ ചെയ്തു, അതിൽ ഞങ്ങൾ തൃപ്തരാണ്. മാത്രമല്ല താഴെ കൊടുത്തിരിക്കുന്ന വ്യവസ്ഥകള് അല്ലെങ്കിൽ നിബന്ധനകൾക്ക് വിധേയമായി മാത്രം ഞങ്ങൾക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്താൽ മാത്രം ബാക്കിയൊക്കെ ഓക്കെയാണ്. We wholeheartedly welcome you to be the part of AIMS family. AIMS ഫാമിലിയുടെ അനിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് ഇവിടെ എയിംസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ അതിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാനായിട്ട് ഞങ്ങള് എന്താ പറയാ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് കത്തെഴുതിയിരിക്കുന്നത്. ഇനി എന്താണ് നമ്മുടെ ആ ഒരു വേക്കൻസിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലേക്ക് ആളെ ജോലിക്ക് എടുക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായിട്ട് അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ എന്ത് ചെയ്യണം, ഓർഗനൈസേഷൻ കൊടുത്തിരിക്കണം. ഇപ്പൊ ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ കൃത്യമായി ആ വ്യവസ്ഥകൾ പറയണം. കാരണം വ്യവസ്ഥകളൊക്കെ പറഞ്ഞിട്ടും if they are okay, candidate okay ആണെങ്കിൽ they will attend or they will come for the joining വേണ്ടിയിട്ട് അവർ എന്തായാലും വരും. അതേസമയം ചില ഇതുപോലെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചിലർക്ക് എന്താ പറയാ ഫോളോ ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ളതുണ്ടാവും വ്യവസ്ഥ. പറ്റാത്ത ചില ടേംസ് ഒക്കെ പറയുകയാണെങ്കിൽ ഇത് പറഞ്ഞിട്ടും വരികയാണെങ്കിൽ ഓക്കെ. അപ്പൊ ഞങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായല്ലോ, അതൊക്കെ അറിഞ്ഞിട്ട് വായിച്ചു കേട്ടിട്ടല്ലേ വന്നത്. ഇവിടെ വരുമ്പോ ഇല്ല ഞാനത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അങ്ങനെയുള്ള തർക്കങ്ങൾക്ക് ഇടവരുത്താതിരിക്കാനാണ് പറയുന്നത്. അപ്പൊ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും എന്ത് ചെയ്യണം ഓർഗനൈസേഷൻ കൃത്യമായും വ്യക്തമായി എഴുതണം. അതുകൊണ്ട് കൃത്യമായും വ്യക്തമായും നമുക്കതൊന്ന് വായിച്ചു നോക്കാം എന്തൊക്കെയാണ്. ഒന്നാമത്തെ, the appointment will be effective from the date of joining our organization. നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഇഫക്റ്റീവ് ആകുന്നത് നിങ്ങൾ എന്നാണോ ഇവിടെ ജോയിൻ ചെയ്യുന്നത് ആ ഡേറ്റിലായിരിക്കും. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, നിങ്ങൾ എന്നാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത് അന്നാണ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഇഫക്റ്റീവ് ആകുക. നിങ്ങളെ അപ്പോയിന്റ് ചെയ്തു എന്നുള്ളത് പ്രാബല്യത്തിൽ വരുന്നത് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഡേറ്റിനായിരിക്കാം. ക്ലിയർ? മനസ്സിലായോ? ഒന്നാമത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻ മനസ്സിലായോ? ഒന്നാമത്തെ വ്യവസ്ഥ അതാണ്. ഏത് ബിസിനസ് സ്ഥാപനത്തിലോ അത് തന്നെയായിരിക്കും ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ആദ്യം പറയുന്നത്. എന്നാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് അന്ന് മുതലാണ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഇഫക്റ്റീവ് ആകുക. അല്ലാണ്ട് പറഞ്ഞു നമ്മുടെ ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടി, എന്താ പറയാ മാർച്ച് 1-ാം തീയതി ലെറ്റർ കിട്ടി, നമ്മള് 1-ാം തീയതി തുടങ്ങി ശമ്പളം ഒക്കെ ചോദിച്ചാൽ നടക്കില്ല. നമ്മൾ എന്നാണ് ജോയിൻ ചെയ്തത് ചിലപ്പോ നമ്മള് മാർച്ച് 20-ാം തീയതി ആയിരിക്കും വന്ന് ജോയിൻ ചെയ്തേക്കണേ.
അതിന്റെ ഇടയിൽ ചില ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ 20-ാം തീയതി ജോയിൻ ചെയ്തിരുന്നു. സോ നമ്മുടെ ഡേറ്റ് ഓഫ് ജോയിനിങ് ആയിരിക്കും അപ്പോയിന്റ്മെന്റ് ആയിട്ട് കണക്കിലെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും ഇപ്പോ അല്ലെ? Second one, you will have to submit a joining order accepting the terms and conditions of employment on the date of joining. നിങ്ങൾ ജോയിൻ ചെയ്യാൻ വരുന്ന ഡേറ്റില് നിങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ജോയിനിങ് ഓർഡർ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. ഇതൊക്കെ പിന്നീട് ഉണ്ടാകുന്ന തർക്കങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോ വന്നു ചേർന്ന് ജോലിക്കൊക്കെ കയറി കുറച്ച് നാളുകൾ കഴിയുമ്പോ എന്താ പറയാ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും വായിച്ചു നോക്കാതെ പോയി എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെന്തായാലും അവിടെ തലവെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്താ പറയുക ടേംസ് ആൻഡ് കണ്ടീഷൻസിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ ഫോളോ ചെയ്യാൻ നമ്മൾ റെസ്പോൺസിബിൾ ആണ്. പിന്നീട് പറയണത് ഞാനത് ശരിയായിട്ട് വായിച്ചു നോക്കിയില്ല, കൃത്യമായിട്ട് വായിച്ചില്ല, ആദ്യത്തെ കുറച്ച് പോയിന്റ് വായിച്ചുള്ളൂ എന്നൊക്കെ പറയാൻ പറ്റുമോ? അവിടെ ചെന്ന് അറിയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങള് ഇല്ല. ഒരു പേപ്പറിൽ നമ്മളെ കൊണ്ട് ആരും ഒപ്പിടിച്ചാലും പറയാറുണ്ടല്ലേ, അത് കൃത്യമായി വായിച്ചു നോക്കിയിട്ട് നമ്മൾ സൈൻ ചെയ്യണം. ബിക്കോസ് ഇന്നത്തെ കാലത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ലോകത്തെ നമ്മൾ ജീവിക്കണേ. സോ ആ വിശ്വാസം ഉറപ്പുവരുത്താനായിട്ട് വട്ടവർ ഇറ്റ് ഈസ് കിട്ടണം. ഒരു വെളുത്ത പേപ്പർ കൊണ്ടുവന്നിട്ട് സൈൻ ചെയ്ത ഇന്നത്തെ കാലത്ത് ആരെങ്കിലും സൈൻ ചെയ്യും? ഇവിടെ ഒരു സൈൻ ചെയ്തേ, ഇവിടെ ഒരു കുറച്ച് ബാക്കി ഞാൻ എഴുതിക്കോളാം. നമ്മൾ ഇന്ന് ആരും അത് റെഡിയല്ല. പണ്ടൊക്കെ ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ? പ്ലെയിൻ പേപ്പറിലൊക്കെ വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്യിപ്പിക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. അതൊക്കെ പണ്ട്. ഇന്നത്തെ കാലം നടക്കില്ല. ബിക്കോസ് ഇന്നത്തെ ആളുകൾ ദേ ആർ വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് ലിറ്ററേറ്റ് അല്ലെ? എല്ലാവർക്കും വിദ്യാഭ്യാസവും അറിവും അല്ലെ ഉള്ളവരാണ്. അതുകൊണ്ട് എന്തായാലും നമ്മൾ വായിച്ചു നോക്കി തന്നെ വേണം എല്ലാം ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചിലപ്പോ നമ്മളെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസും ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? അക്സെപ്റ്റബിൾ അല്ല. സോ അങ്ങനെ പറ്റില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനൊരു കാര്യമുണ്ട്, ഇതെനിക്ക് ഈ ഒരു പറ്റില്ല എന്നെ നമുക്ക് നമ്മളുടേതായ രീതിയിൽ വേണമെങ്കിൽ സജസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ അത് മാറ്റാണെങ്കിൽ മാത്രം ആ ഒരു സജഷൻ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ദേ മേക്ക് സം ചേഞ്ചസ്, എന്തെങ്കിലും മാറ്റം വരുത്തിയാലും ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, നമുക്ക് പോണ്ട. അത്രയുള്ള കാര്യം. അല്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. അതാണ്. ക്ലിയർ ആണോ പറയുന്നത്? അപ്പൊ എന്ത് ചെയ്യണം? ജോയിനിങ്ങിന് വരുമ്പോ എന്നാണോ ഡേറ്റ്, ഏത് ഡേറ്റിനാണോ ജോയിൻ ചെയ്യാൻ വരുന്നത്, അപ്പൊ നമ്മൾ അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യണം എന്നതാണ് രണ്ടാമത്തെ കാര്യം. You will be initially designated as dash in the department of dash shall be reporting to the chairman through head of department. അതായത് അത് നമ്മൾ ഇന്റർ ഡിപ്പാർട്ട്മെന്റിലേക്കാണെന്നൊക്കെ പറയുന്നത്. അത് ഇപ്പൊ നമ്മള് പറയാണ് യു വിൽ ബി ഡിസിഗ്നേറ്റഡ് ആസ് എന്താ പറയാ ഒരു സ്റ്റാഫ് ഓഫ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡാഷ്, ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയോളജി, നഴ്സിംഗ് സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരായിട്ടാണ് നിങ്ങളെ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നത്? ആ ഒരു നമ്മൾക്ക് തരുന്ന ആ ഒരു പൊസിഷനാണ്, അതാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. ഇന്ന ആളായിട്ട്, അല്ലെങ്കിൽ ഒരു ടെക്നോളജിസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു സ്റ്റാഫ് ഓഫീസർ ആയിട്ട്, ചീഫ് ഓഫീസർ ആയിട്ട്, അങ്ങനെയൊക്കെയാണ് നിന്നെ ഇവിടെ എന്താ പറയാ അപ്പോയിന്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യു വിൽ ബി ഇനീഷ്യലി ഡെസിഗ്നേറ്റഡ് ആസ് നമ്മളുടെ പൊസിഷൻ, നമുക്ക് തരുന്ന പൊസിഷൻ ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ്, ഏത് ഡിപ്പാർട്ട്മെന്റിലെ, HR ഡിപ്പാർട്ട്മെന്റിലെ ആണോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ആണോ, ഏതാണോ അതവിടെ പറയും. അത് എന്നിട്ട് എന്ത് ചെയ്യും? ചെയർമാനെ റിപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആരാണോ അയാളെ അറിയിക്കുന്നതായിരിക്കും. ആര് വഴി? ചെയർമാൻ. അതാണ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? മൂന്നാമത്തെ കണ്ടീഷൻ ആണ്. യെസ്. ഫോർത്ത് വൺ, യു വിൽ ബി പെയ്ഡ് എ സാലറി ഓഫ് റുപ്പീസ്. ഇനി നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്ന സാലറിയോടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിലെന്തെങ്കിലും പറ്റൂല എന്നുണ്ടെങ്കിൽ പറ്റൂല എന്ന് തന്നെ വെച്ചോ, നിങ്ങൾ പോകണ്ട. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല സർ, എനിക്ക് ഇത് ഇത്ര പോരാ, കുറച്ചുകൂടി സാലറി വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ സജഷൻസേ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അതിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് മാറ്റാൻ നമുക്ക് പറ്റില്ല. അത് ഓർഗനൈസേഷൻ, അതിന്റെ മാനേജ്മെന്റ്, അതിന് മാത്രമേ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അവർ പറയും, കൃത്യമായിട്ട് പറയാണ്, നിങ്ങൾക്ക് വരുമ്പോ നിങ്ങളുടെ സാലറി ഇത്ര രൂപയാണ് പെർ മന്ത്, മാസം കേട്ടാ. യു ആർ എലിജിബിൾ ഫോർ ആക്ച്വൽ കൺവെയൻസ് ഇൻകേർഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ്. ഇനി നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നീ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞിട്ടൊക്കെ പോവുകയാണെങ്കിൽ അതിനുള്ള എക്സ്ട്രാ എമൗണ്ട് നിനക്ക് തരുന്നതായിരിക്കും. ഒഫീഷ്യൽ പർപ്പസിൽ എന്ന് വെച്ചാൽ ഓഫീസ് സംബന്ധമായിട്ട് കാര്യങ്ങൾക്ക് നമ്മളിപ്പോ എവിടെയെങ്കിലും നമ്മൾ വിടുകയാണ്, അപ്പൊ നമുക്ക് ട്രാവലിംഗ് അലവൻസ് വേണം. നമ്മൾ പോകുന്ന വഴിക്ക് ചിലപ്പോ 7 days, ഒരു ദിവസത്തെ യാത്രയൊക്കെ ഉള്ള കാര്യമായിരിക്കും. അപ്പൊ ഇടയ്ക്ക് വെച്ചപ്പോ നമ്മുടെ റിഫ്രഷ്മെന്റിന് വേണ്ടി ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ചെലവ് തരും. അത് തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല
അതിന് മനസ്സിലായില്ല. എന്തിന്റെ പ്രായപരിധി ചോദിക്കുന്നത് മനസ്സിലായി? എന്തിന്റെ കാര്യം ചോദിക്കണേ? പ്രായപരിധി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ജോലിക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോ നമ്മളുടെ ക്വാളിഫിക്കേഷൻ ഇതൊക്കെ കാണുമ്പോ തന്നെ നമ്മൾ എത്രത്തോളം പ്രായമുള്ള ആളാണെന്ന് മനസ്സിലാകുമല്ലോ. തീർച്ചയായിട്ടും നമ്മൾ ഓരോ ക്ലാസ്സുകൾ പഠിച്ചു വരുമ്പോ നമ്മളിങ്ങനെ ഓരോ ക്ലാസ് കൂടുന്നതോറും നമുക്ക് ഓരോ ഏജും കൂടുന്നുണ്ട് അവിടെ. അപ്പൊ ഏത് എലിജിബിലിറ്റി, ഏത് ക്വാളിഫിക്കേഷൻ നമുക്കുള്ള അത് ഓൾറെഡി നമ്മളിപ്പോ തൊഴിൽക്കാത്തൊക്കെ പഠിക്കുന്ന ആളുകളാണെങ്കിൽ ഓൾറെഡി അതിൽ നിന്ന് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓൾഡ് ബി ആണ്, നമ്മൾ എത്രത്തോളം പ്രായമുള്ളതാണ്. പ്രായപരിധി എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, അതാണ് ചോദിക്കുന്നത്. ഈ എന്താ പറയാ, ആപ്ലിക്കേഷൻ അയക്കാനുള്ള പ്രായപരിധിയാണോ? 18 കഴിഞ്ഞാൽ ആർക്കും എന്തിനും അപ്ലൈ ചെയ്യാം. പക്ഷെ ഇന്നത്തെ കാലത്ത് 18 കഴിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. കാരണം എന്താ, +2 ആണ് ഇപ്പോഴത്തെ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ. അപ്പോഴേക്കും 17 വയസ്സാവും. ഈ +2 കഴിഞ്ഞ ആളുകൾക്ക് എന്ത് ജോലിയാ കൊടുക്കുക? പറ്റില്ല. അപ്പൊ ഡിഗ്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകളോ ഒക്കെ നമ്മൾ ഇതുപോലെ ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന പോലെ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോഴേക്കും എന്തായാലും ആകുമല്ലോ, ഒരു 10-20 വയസ്സ്, 22 അപ്പൊ തുടങ്ങി എപ്പോ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ അത് PSCക്ക് എഴുതാനുള്ള മാക്സിമം പ്രായമാണോ പറഞ്ഞത്? മാക്സിമം ഏജ് ലിമിറ്റ് ആയിരിക്കും ചോദിക്കുന്നത്, അതാണോ? ഞാൻ ഇല്ല, എനിക്ക് തോന്നുന്നു 42 എത്ര ഏജ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഈ കോഴ്സ് പഠിക്കാൻ വേണ്ട ഏറ്റവും മാക്സിമം ഏജ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ പഠിച്ചപ്പോ, നിങ്ങൾക്ക് സാർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ 45. അപ്പൊ 45 നമ്മൾ പഠിക്കുന്നുള്ളൂ. 45 നമ്മൾ പഠിക്കാന്ന് പറഞ്ഞാൽ 6 months കോഴ്സ് ആണ്. എങ്ങനെ ആവട്ടെ, ആ 45 46 ഏജ് ആയാലും അപ്പൊ നമുക്ക് ജോലിക്ക് കയറാല്ല. പിന്നെന്താ കുഴപ്പം? അതിന് ഒത്തിരി ആളുകൾ ഇപ്പൊ ഇത്രയും 45 അല്ല അതിലും ഏജുള്ള ആളുകളും ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് എന്താ പറയാ കഴിഞ്ഞ നേരത്തെ വന്നപ്പോ എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ പഠിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നേരത്തെ ഫസ്റ്റ് ബാച്ചസിലൊക്കെ എനിക്ക് തോന്നുന്നു അത് ആൾ തന്നെ നമ്മളോട് ഷെയർ ചെയ്ത കാര്യമാണ്. നഴ്സിംഗ് ചെയ്തുകൊണ്ടിരുന്നത് അവിടുന്ന് റിട്ടയർ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഏജ് കണക്കാക്കാവുന്നതല്ലേ, അല്ലെ? നേഴ്സായിരുന്നു ആള്, അതിന്ന് റിട്ടയർ ചെയ്തു എന്ന് പറയുമ്പോ നമുക്ക് ആ ഏജ് മനസ്സിലാക്കാവുന്നതാ, അല്ലെ? അത് തന്നെ പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ ക്ലാസ്സിൽ എവിടെയൊക്കെയോ ഞാൻ പറഞ്ഞിട്ടത് ഏതൊക്കെ ക്ലാസ്സിൽ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നമ്മള് ഇനി ആനുവൽ ഇൻക്രിമെന്റ്, അപ്പൊ സാലറി ബേസിക് ആയിട്ട് ഇതായിരിക്കും. പിന്നെ എക്സ്ട്രാ നിനക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സ്വന്തം കാര്യത്തിലല്ല, ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ചെലവുകൾ നമുക്ക് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ആനുവൽ ഇൻക്രിമെന്റ് എല്ലാ വർഷത്തിലാണ് ആനുവൽ ഇൻക്രിമെന്റ് ആണ് ഓഫ് %. ഇത്ര ശതമാനത്തിൽ 5% 5%, സാലറിയുടെ 5% വെച്ച് 10% വെച്ച് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് നമ്മുടെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസിന് എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ജോലി വളരെ കണ്ടിട്ട് വളരെ മതിപ്പ് തോന്നി സാറ്റിസ്ഫൈഡ് ആയിട്ട് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് 5% വെച്ച് സാധാരണ ഉള്ള ഇൻക്രിമെന്റ് കിട്ടും. അതുകൂടാതെ നിങ്ങൾ ചെയ്യുന്ന പെർഫോമൻസിന്റെ ലെവൽ അനുസരിച്ച് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇരട്ടിക്കും. നിങ്ങളുടെ മൾട്ടിപ്പിൾ ആണ് പറഞ്ഞേക്കുന്നത്, മൾട്ടിപ്പിൾ ഇൻക്രിമെന്റ്സ്, ഇരട്ടിയായിട്ടുള്ള വർധനവ് നിങ്ങളുടെ സാലറിയിൽ ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പൊ സാലറിയുടെ കാര്യങ്ങൾ അടക്കമാണ് നമ്മളുടെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 4ാമത്തെ പോയിന്റില് സാലറി കൊടുക്കും, ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുന്നതിനുള്ള എക്സ്പെൻസസ് മീറ്റ് ചെയ്യും. പിന്നെ ആനുവൽ ആയിട്ട് എന്താ പറയാ, വാർഷികമായിട്ട് ഓരോ വർഷവും ഇത്ര % ഓഫ് സാലറി ഇൻക്രിമെന്റ് ഉണ്ട്. കൂടാതെ നമ്മൾക്ക് സാറ്റിസ്ഫൈഡ്, നമ്മുടെ ജോബ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, എക്സ്ട്രാ ഓർഡിനറി ആണ്, അവരെ സംബന്ധിച്ച് നമ്മുടെ കഴിവും മികവൊക്കെ കണ്ടിട്ട് വേണമെങ്കിൽ കൂടുതൽ എന്താ പറയാ ഇരട്ടിയായിട്ടുള്ള സാലറിയുടെ % കൂടാനും സാധ്യതകളുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. 4 കണ്ടീഷൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതിവിടെ വരെ നിർത്താണ്. അടുത്ത പേജിൽ ഇനി വിട്ടിട്ടുണ്ട്. നമുക്ക് കണ്ടീഷൻസ് കുറച്ചധികം കൊണ്ട് 10-17 ഉണ്ട് തോന്നുന്നില്ല, 19 ഉണ്ട്. ഓക്കെ, ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തന്നെ ഈ ഭാഗത്ത് വേറെ സ്ഥലത്ത് വരുന്നുണ്ട്. അത് സെയിം തന്നെ, ചില 1-2 എണ്ണത്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, ബാക്കിയൊക്കെ അത് തന്നെ. അതായത് നമ്മൾ ജോലിക്ക് വേണ്ടി ചെന്ന് കഴിയുമ്പോൾ കാണിക്കുന്ന ഒരു ലെറ്ററിനകത്തുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് തന്നെയാണ്, സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസമുള്ളൂ. അപ്പൊ ഇവിടെ വരെ അടുത്ത ദിവസം നമ്മൾ വായിച്ച് നന്നായി മനസ്സിലാക്കിയിട്ട് വരാം. ഇതൊന്നും നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെയല്ല, അവിടെ ഒന്നും വലിയ കാര്യമായിട്ട് നമുക്ക് അണ്ടർലൈൻ ചെയ്യാനില്ലതാണ്. അതൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും വരെ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അടുത്ത ദിവസം കാണാം.
അതുവരെ നന്നായിട്ടൊക്കെ വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു. ബൈ. യെസ്, താങ്ക് യു.